Good afternoon. Good afternoon. Good afternoon, ma'am. Afternoon. Good afternoon, ma'am. Good afternoon. Okay, please we can start. കഴിഞ്ഞിരുന്നോ prayer ഒക്കെ കഴിഞ്ഞോ? Yeah. Okay, please. ആരാ prayer? ഞാൻ ചെയ്യാമോ? നന്മരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും സദാ ഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും സദാ ഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. നന്മരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. ഈ കലാലയം നിനക്കു നിത്യവും വസിച്ചിടാൻ എത്രയും മനോജ്ഞമാം സദനമായി ഭവിക്കണം. ഈ കലാലയം നിനക്കു നിത്യവും വസിച്ചിടാൻ എത്രയും മനോജ്ഞമാം സദനമായി ഭവിക്കണം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. Okay, next. എന്ത് പറ്റിയാ? Good afternoon, ma'am. Good afternoon. Good afternoon, everyone. Good afternoon. Welcome to today's live class. It is wonderful to see you all joining. We are excited today into today's lesson with Disha ma'am. Please feel free to ask questions anytime, and let's make this productive and engaging learning section together. Let's get started. Thank you, ma'am. So, thought of the day. എന്ത് പറ്റിയൊരു എനർജി ലോ ആയിട്ട് ഫീൽ ചെയ്യണേ? ആരുമില്ല, ഞാൻ കുറച്ച് പറയാം. പേരുള്ളതുകൊണ്ടാണോ? Good afternoon, madam. My name is Noorjahan. One best book is equal to 100 good friends, but one good friend is equal to a library. APJ Abdul Kalam. ഒരു മികച്ച പുസ്തകം 100 നല്ല സുഹൃത്തുക്കൾക്ക് തുല്യമാണ്. എന്നാൽ ഒരു നല്ല സുഹൃത്ത് ഒരു ലൈബ്രറിക്ക് തുല്യമാണ്. ഓക്കെ, വേറെ നമ്മൾ എവിടെയായിരുന്നു? എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ ലാസ്റ്റ് ബാക്കി പെൻഡിങ് ഉണ്ട് മാം. ഡിഫറൻഷ്യൽ ഓർ സർവേ മെത്തഡ് അത് ചെയ്തു. ലാസ്റ്റ് ടെക്നിക് ആൻഡ് ടൂൾസ് ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജി അത് ചെയ്തില്ല. ചെറിയ ഫംഗ്ഷൻ, ഓൺലി എ സ്മോൾ പോർഷൻ ലെഫ്റ്റ് ഔട്ട്. യെസ് മാം.
ഇപ്പൊ നമ്മൾ ഡിഫറെന്റ് മെത്തേഡ് എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. പക്ഷേ അത് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. ലിമിറ്റേഷൻസ് വേറൊന്നുമല്ല, നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ്, പിന്നെ ഫിനാൻഷ്യൽ, ചില മെത്തേഡ്സിന് കോസ്റ്റ് ഉണ്ട്, ചിലത് നമുക്ക് കോസ്റ്റ് ഇല്ല, കോസ്റ്റ് കുറവായിട്ടുള്ളതുണ്ട്. ഓക്കെ, നമ്മൾ ഒബ്സർവേഷൻ, അതിനകത്ത് കോസ്റ്റിന്റെ ആവശ്യമില്ല അല്ലെ. അത് ഒരു ടീച്ചർ കുട്ടിയെ ഒബ്സർവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ടീച്ചർ ആ ഗ്രൂപ്പിന്റെ ഉള്ളിൽ കയറി നിന്ന് ഒബ്സർവ് ചെയ്യുന്നു, പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ. ടീച്ചർ ഗ്രൂപ്പിന് പുറത്ത് നിന്നുകൊണ്ട് അവരെ ഒബ്സർവ് ചെയ്തിട്ട് ഡേറ്റ കളക്ട് ചെയ്യുന്നു, കാണുന്ന കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്യുന്നു. നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു സെറ്റിംഗ്സിൽ, ഇപ്പൊ ലാബ് അങ്ങനെയുള്ളതൊക്കെ കൺട്രോൾഡ് ആയിട്ടുള്ള സെറ്റിംഗ് ആണ്. അതിൽ നിന്നുള്ള ഒബ്സർവേഷൻ, ദാറ്റ് ഈസ് കൺട്രോൾഡ് ഒബ്സർവേഷൻ. അത് കൂടാതെ നാച്ചുറൽ ആയിട്ടുള്ള ഒബ്സർവേഷൻ, അൺകൺട്രോൾഡ് ആണെന്ന് വെച്ചാൽ കൺട്രോളിങ് ചെയ്യുന്ന രീതിയിലുള്ള വേരിയബിൾസ് ഒന്നുമില്ല, അങ്ങനെ നാച്ചുറൽ ആയിട്ട് ഉള്ള ഒബ്സർവേഷൻ. അത് അങ്ങനെ പല രീതിയിലും ഒബ്സർവ് ചെയ്യാന്ന് നമുക്ക് പറയാം. പിന്നെ കേസ് സ്റ്റഡി മെത്തേഡ് ഉണ്ട്. കേസ് സ്റ്റഡി മെത്തേഡ് എന്ന് പറയുമ്പോൾ ഒരു ഇൻഡിവിജ്വലിന്റെ പ്രോബ്ലം അത് മനസ്സിലാക്കി അതിനെ അനലൈസ് ചെയ്യുന്നു, എന്നിട്ട് അതിന് വേണ്ടുന്ന റെമഡി എന്തൊക്കെ വേണം. അപ്പൊ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ദിവസം കൊണ്ടൊന്നും അത് കഴിയില്ല, പല പല സിറ്റിങ്സ് വേണ്ടി വരും. പിന്നെ കുറച്ചുകൂടെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളുടെ സപ്പോർട്ട് വേണമെങ്കിൽ അത് നമ്മൾ ഹയർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അവിടെ എങ്ങനെ വരുമ്പോൾ കോസ്റ്റ് കൂടുതലായിരിക്കും, ചിലപ്പോൾ അവരുടെ ഫീ അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ പല മീഡിയംസ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ കോസ്റ്റ് വരും. നമ്മൾ നെക്സ്റ്റ് ഡിഫറൻഷ്യൽ ഓഫ് സർവേ മെത്തേഡ് അത് പറഞ്ഞു വരുന്നത് സയന്റിഫിക് മെത്തേഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ത്രൂ എക്സ്പെരിമെന്റ്സ്, അങ്ങനെ പല പല കാര്യങ്ങൾ. അതിലെന്ന് പറഞ്ഞാൽ ഡിപെൻഡന്റ് വേരിയബിൾസും വരും, ഇൻഡിപെൻഡന്റ് വേരിയബിൾസും വരും. അപ്പൊ ഈ ഡിപെൻഡന്റ് വേരിയബിൾസും ഇൻഡിപെൻഡന്റ് വേരിയബിൾസും നോക്കിയിട്ടാണ് നമ്മൾ എന്ത് രീതിയിൽ ഇന്റർവെൻഷൻ നടത്തണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ കോസും എഫക്റ്റും രണ്ടും നോക്കും. ഫോർ എക്സാമ്പിൾ, ഒരു കുഞ്ഞ് അമ്മയെ നഷ്ടപ്പെട്ട ഒരു കുട്ടി, ഇത്രയും ക്ലോസ് ആയിരുന്നു അമ്മയായിട്ട്. അപ്പൊ ആ കുട്ടി, പിന്നെ ആ കുട്ടിയുടെ രീതി അങ്ങ് മാറുവാണ് അല്ലെ, ഭയങ്കര ഡൗൺ ആയി, ഒന്നിലും ശ്രദ്ധയില്ലാതായി മാറും. അപ്പൊ അവിടെ നമ്മൾ നോക്കും ഡിപെൻഡന്റ് വേരിയബിൾ എന്താണ്, ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്താണ്. കുട്ടി അമ്മയെ നഷ്ടപ്പെട്ട് ശരിയാണ്, നമുക്ക് നികത്താൻ പറ്റില്ല ആ നഷ്ടം. അമ്മയുടെ എന്തെങ്കിലും ഒരു ഓർമ്മ അവന് കയ്യിൽ കൊണ്ട് നടക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, അമ്മ യൂസ് ചെയ്തിരുന്ന സ്പെക്സ് ആകാം, അമ്മ യൂസ് ചെയ്ത പെർഫ്യൂം ആകാം, അങ്ങനെ അമ്മയുടെ കർച്ചീഫ് ആകാം, അങ്ങനെ എന്തെങ്കിലും അവൻ കയ്യിൽ കൊണ്ട് നടക്കും. അത് മാറ്റിയാൽ അവൻ വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആവും. സോ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഡിപെൻഡന്റ് വേരിയബിൾ, അത് ഡിപെൻഡന്റ് ആണ്. അത് മാറ്റിയാൽ കുട്ടി വല്ലാതെ സ്ട്രഗിൾ ആകും. അപ്പൊ അത് ഡിപെൻഡന്റ് വേരിയബിൾ ആണ്. അതേസമയം ക്ലാസ്സിൽ അവന് വേറൊരു സീറ്റ് കൊടുത്തു, അത് അവനെ ബാധിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഓക്കെ, അപ്പൊ അങ്ങനെ കാര്യങ്ങൾ. അപ്പൊ അത് രണ്ടും നോക്കിയിട്ട്, ആ ഡിപെൻഡന്റ് വേരിയബിൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾ നോക്കിയിട്ട് വേണം ഇന്റർവെൻഷൻ ആ കുട്ടിയിലേക്ക് നടത്താൻ. അവിടെയും കോസ്റ്റ് നമുക്ക് വേണ്ടി വരും. പലപ്പോഴും നമ്മൾ കൂടുതൽ റിസോഴ്സസ് നോക്കേണ്ടി വരും. അതുപോലെ തന്നെ കൂടുതൽ സപ്പോർട്ടിന് ചിലപ്പോൾ വേറെ ആളുകളെ പുറത്തുനിന്ന് കൊണ്ടുവരേണ്ടതായിട്ട് വരുവാണെങ്കിൽ അങ്ങനെ. പിന്നെ ഒരു സിറ്റിങ്ങിലൂടെ ഒന്നും അത് ആ ഒരു ട്രോമയിൽ നിന്നും കുട്ടിയെ റിലീവ് ചെയ്യിച്ച് കൊണ്ടുവരാനായിട്ട് പറ്റില്ല. ഞാൻ സിമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി എക്സാമ്പിൾ പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഡിഫറൻഷ്യൽ ഓഫ് സർവേ മെത്തേഡ്, നിങ്ങൾക്ക് ഞാൻ സർവേയുടെ ക്വസ്റ്റ്യൻ തന്നോ? ക്വസ്റ്റ്യൻ തന്നിട്ട് മാം ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, ക്ലാസ് റൂമിൽ ഇട്ടിട്ട്. തന്നിട്ടില്ല അല്ലെ? ഓക്കെ, ഇപ്പൊ തന്നെ പറഞ്ഞേക്കല്ലേ, ഞാൻ മറന്നു. ഓക്കെ, ഇതിന്റെ തന്നെ കിട്ടുമായിരിക്കും കേട്ടോ അത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സർവേ മെത്തേഡ് നമുക്ക് ഭയങ്കര കോസ്റ്റ് ഒന്നും വരുമൊന്നുമില്ല. സർവേ മെത്തേഡ് നമുക്ക് പല രീതിയിൽ ചെയ്യാം. ഇതുപോലെ ക്വസ്റ്റിനെയർ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ക്വസ്റ്റിനെയർ ആളുകൾ തന്നെ ഫിൽ ചെയ്ത് നമുക്ക് തന്നാൽ മതി. കൂടുതലും ഓപ്പൺ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, യെസ് ഓർ നോ, അല്ലെങ്കിൽ ഞങ്ങൾക്കറിയില്ല, സംടൈംസ്, ചിലപ്പോഴൊക്കെ ആ ഒരു രീതിയിൽ. ഇപ്പൊ അങ്ങനെ നമ്മൾ 2 ഓപ്ഷൻ വരാം, 4 ഓപ്ഷൻ വരാം, ആ രീതിയിൽ കൊടുക്കാം. അപ്പൊ അത് അവര് ടിക്ക് ചെയ്ത് പോയി നമുക്ക് കിട്ടും. നമുക്ക് പേര് നിർബന്ധമില്ല, നമുക്ക് ഡേറ്റ കിട്ടിയാൽ മതി ഇത്ര ആളുകളുടെ എന്നുള്ളത്. ഇപ്പൊ സർവേ ഇപ്പോഴും ചെയ്യുമ്പോൾ കൂടുതൽ നമ്പറിൽ എടുക്കുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ അത് അനലൈസ് ചെയ്യാൻ പറ്റും. ഞാൻ മിനിമം 5 പാരന്റ്സിനെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ, കാരണം നിങ്ങളുടെ ഒരു സർക്കിളിൽ ചിലപ്പോൾ അത്രയൊക്കെ നിങ്ങൾക്ക് പറ്റിയെന്ന് വരുള്ളൂ. അതുകൊണ്ടാണ് പലരും ഫോൺ ചെയ്തൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആളുകളുടെ അടുത്ത്. പക്ഷെ 2-3 പാരന്റ്സിനെയൊക്കെ മീറ്റ് ചെയ്യുമ്പോഴേക്കും നമുക്കത്
ആവശ്യത്തിനുള്ള ഡേറ്റ കിട്ടില്ല. അറ്റ്ലീസ്റ്റ് ഒരു 5 പാരന്റ്സിന്റെ അടുത്ത് നോക്കണം. കാരണം ചിലപ്പോൾ ഏതെങ്കിലും ഒരു പാരന്റ്സ് അവരുടെ പ്രശ്നം ഷെയർ ചെയ്യാൻ ആളുകളെ നോക്കി നിൽക്കുമ്പോഴായിരിക്കും നമ്മൾ ചെല്ലുന്നത്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ പ്രീവിയസ് ബാച്ചുകളിൽ. അവരുടെ ഇടപെടൽ കൊണ്ട് നല്ല രീതിയിൽ അവരുടെ കുട്ടിക്ക് നല്ല മാറ്റങ്ങൾ വരുത്താനായിട്ട് പറ്റിയിരുന്നു. ഓക്കെ, അപ്പൊ അത് ക്വസ്റ്റ്യനേഴ്സ് കൊടുക്കാം, പിന്നെ ഒബ്സർവേഷൻ അതും ചെയ്യാം, പിന്നെ ഇന്റർവ്യൂ പോലെ ചെയ്യാം. ഹെൽത്തിന്റെ റിലേറ്റഡ് ഒരു അസൈൻമെന്റ് ആക്ടിവിറ്റി പോലെ തന്നിട്ടുണ്ടായിരുന്നു. 10 ഇൻഡിവിജ്വൽസിനെ മീറ്റ് ചെയ്തിട്ട് അവരോട് എന്താണ് ഹെൽത്ത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചെയ്യാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞത്, അതൊരു ഇന്റർവ്യൂ മോഡൽ അല്ലേ. നമ്മൾ ചെന്ന് അവരോട് ചോദിക്കുന്നു, അവർ നമ്മളോട് നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു. അതപ്പോ ഇന്റർവ്യൂ മോഡലായി. ഓക്കെ, അപ്പൊ അങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്സ് രീതിയിൽ അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾക്ക് കോവിഡിന്റെ കേസസ് ഒക്കെ വന്നപ്പോ ഇനീഷ്യലി വളരെ വിരലിലെണ്ണാവുന്ന പേർക്കായിരുന്നു ഇൻഫെക്ഷൻ ആയത്. പിന്നെ അത് കൂടിയപ്പോ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ആയിരുന്നു നടത്തിയത്. 1 by 1 ആയിട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ അവിടെ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ആയിരുന്നു നടത്തിയത്. നമുക്ക് അങ്ങനെ പല രീതിയിലുള്ള ടെക്നിക്സും ടൂൾസും എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ യൂസ് ചെയ്യാം. നമ്മൾ ഇപ്പൊ വേണോന്ന് രാഖി ചോദിച്ചിട്ടുണ്ടായിരുന്നു മറുപടി. പല ടെക്നിക്സ് നമുക്ക് യൂസ് ചെയ്യാം. സഫീഷ്യന്റ് ആയിട്ട് ഏത് മെഷർ, ഏത് ടൂൾ യൂസ് ചെയ്യണമെന്ന് ആ സിറ്റുവേഷൻ അനുസരിച്ച് പല ടെക്നിക്സും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ അപ്പൊ ഇതായിരുന്നു എൻഡ് ഓഫ് ദിസ് യൂണിറ്റ്. അപ്പൊ നിങ്ങൾക്കിപ്പോ പാർട്ട് 1 കംപ്ലീറ്റ് ആയോ ടീച്ചേഴ്സ്? പാർട്ട് 1 8 യൂണിറ്റ്സ് വരുന്ന പാർട്ട് 1 ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ കംപ്ലീറ്റ്. പാർട്ട് 2 എന്തെങ്കിലും ഉണ്ടോ? കംപ്ലീറ്റ് ആവുന്നുണ്ട്. എന്തോ നീഡ്സ് കംപ്ലീറ്റ് ആവുന്നുണ്ട്. ഈ കംപ്ലീറ്റ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ വീക്ക്. ഓക്കെ, സോ നമുക്ക് പാർട്ട് 1 and 2 കംപ്ലീറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ടേം എക്സാം സ്റ്റാർട്ട് ചെയ്യും. പറഞ്ഞിട്ടോ? എക്സാമിന്റെ ഡീറ്റെയിൽ ടീച്ചേഴ്സ് ആരെങ്കിലും തന്നിരുന്നോ? എക്സാം എങ്ങനെയായിരിക്കും അങ്ങനെയുള്ള ഡീറ്റെയിൽസ് തന്നോ? ഇല്ല മാം, പറഞ്ഞിട്ടില്ല. മാം പറയാന്ന് പറഞ്ഞു. കുഴപ്പമില്ല. നമുക്ക് പാർട്ട് 1 and 2 മൊഡ്യൂൾ 1 and 2 കഴിയുമ്പോഴേക്കും നമുക്ക് ഫസ്റ്റ് ടേം എക്സാം സ്റ്റാർട്ട് ചെയ്യും. ടേം എക്സാമിൽ 50 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 1 hour ആയിരിക്കും നിങ്ങൾക്ക് എക്സാം. നിങ്ങളുടെ മോക്ക് ടെസ്റ്റിന്റെ അതേ മോഡലാണ് ടേം എക്സാം വരുന്നത്. ഓക്കെ, അപ്പൊ 50 ക്വസ്റ്റ്യൻസിലെ 40 ക്വസ്റ്റ്യൻസ് ഫ്രം പാർട്ട് 1 and 2, 10 ക്വസ്റ്റ്യൻസ് ഫ്രം മൊഡ്യൂൾ 2 ഇംഗ്ലീഷ്. ക്ലിയർ ആയി? 50 questions, 40 questions out of 50, 40 questions from part 1 and 2. Then the remaining 10 questions from English part. That is module 2. ഇനി നമ്മുടെ പാർട്ട് 3 and 4 കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മൾ അടുത്ത ടേം എക്സാം, ടേം 2 എക്സാം തുടങ്ങും. 1 hour തന്നെയാണ്, ഇതേ പാറ്റേൺ. 50 questions ആണ്, 40 ഫ്രം പാർട്ട് 3 and 4, 10 questions ഫ്രം ഇംഗ്ലീഷ് മൊഡ്യൂൾ 2. മൊഡ്യൂൾ 3 നിങ്ങൾക്ക് പ്രാക്ടിക്കൽ സെഷൻ ആണ്. അതിന് എക്സാംസ് ചെയ്യാം. നമ്മുടെ 5ാമത്തെ പാർട്ട് 1 ഉം 2 ഉം വരൂലേ? വരും. ഓക്കെ. പിന്നെ മൊഡ്യൂൾ 3 പ്രാക്ടിക്കൽ ആണ്. നമ്മുടെ 5ാമത്തെ റെക്കോർഡിലെ മോണ്ടിസോറി അപ്പാരറ്റസ്, ആ റെക്കോർഡിനെ ബേസ് ചെയ്തിട്ടാണ് പാർട്ട് മൊഡ്യൂൾ 3 വരുന്നത്. അതിൽ പ്രാക്ടിക്കൽസ് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് തിയറി എക്സാം ഇല്ല. നമ്മളുടെ പ്രാക്ടിക്കൽ ചെയ്യില്ലേ നമ്മൾ ക്ലാസ്സിൽ, നിങ്ങൾക്ക് അതിന്റെ ഡെമോ ക്ലാസ് ഉണ്ടാവും. മെറ്റീരിയൽസ് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കാണിക്കും, ഫെമിലറൈസ് ചെയ്യിക്കും. അപ്പൊ അത് ആ ഒരു ഡെമോ ക്ലാസ്സിലൂടെ മെറ്റീരിയലിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നതേ ഉള്ളൂ. ടീച്ചർ ചെയ്ത് കാണിക്കും, നമ്മൾ അത് കാണും. അത് കൂടാതെ നേരിട്ട് വന്ന് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമും നമ്മളിവിടെ അറേഞ്ച് ചെയ്തു തരും നമ്മുടെ പറവൂർ ഓഫീസില്. അത് നിങ്ങൾക്കൊരു ഡേ പറയും. അതിന് പറ്റാവുന്നവരെല്ലാം അതിന് വരണം എന്നാണ് നമ്മുടെ ആഗ്രഹം. വേറൊന്നുമല്ല, നമ്മള് കാണുന്നതിനേക്കാളും നമ്മൾ തന്നെ, നിങ്ങൾ തന്നെ ചെയ്യും. നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റിലെ കുട്ടികൾ തന്നെ കാര്യങ്ങൾ ചെയ്ത പോലെ തന്നെ നിങ്ങൾ തന്നെ ഓരോ മെറ്റീരിയൽസ് നിങ്ങളുടെ കയ്യിലൂടെ പോകുമ്പോൾ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി വരും. പറ്റുന്നവര് വരിക. എന്തായാലും ഓൺലൈനായിട്ട് നമ്മൾ ആ സെഷൻ എടുക്കും. ഇതുപോലെ നേരിട്ട് വന്ന് നമ്മൾ നേരിട്ട് ആ സെഷൻ എടുക്കും.
അതൊക്കെ ഇനി പ്ലാൻ ചെയ്യും. ബട്ട് പിന്നെ ഇപ്പൊ പാർട്ട് 3 സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ പാർട്ട് 3 ആണ് നമ്മുടെ കോർ ടോപ്പിക്, മോണ്ടിസോറി തിയറി, മെത്തേഡ്സ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ. സുജിത പ്ലീസ്. മിസ്, ഐ ഹാവ് വൺ ഡൗട്ട്. നമ്മളിപ്പോ ഇത് ഗ്രൂപ്പ് വന്നിരിക്കുന്നത് 10th ബേസും +2 ബേസും ഡിപ്ലോമ PG അങ്ങനെ എല്ലാവർക്കും കോമൺ ആയിട്ടാണ് ഇപ്പൊ ക്ലാസ് നടക്കുന്നത്. മുമ്പ് ഞാൻ ജയദേവ് സാറിനോട് ഈ ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ മിസ് പറഞ്ഞത് അങ്ങനെയാണ്. അപ്പൊ നമ്മൾ എപ്പോഴാണ് ഇത് നമ്മളെ ഡിവൈഡ് ചെയ്യുക? PG ബേസും ഡിഗ്രി? അതായത് പാർട്ട് 3 ഞാൻ പറഞ്ഞല്ലോ കോർ ടോപ്പിക്. നമുക്ക് മോണ്ടിസോറിയിൽ 2 കോഴ്സസ് ആണ്. ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് കോഴ്സും PG ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് കോഴ്സും. ഓക്കെ, അതിൽ ഈ 2 കാറ്റഗറിയുടെയും കോമൺ ആണ് മോഡ്യൂൾ 1ഉം മോഡ്യൂൾ 2 മോഡ്യൂൾ 3. ഓക്കെ, അപ്പൊ മോഡ്യൂൾ 1 എന്ന് പറയുന്നത് ആ തിയറി. യെസ്, മോഡ്യൂൾ 2 ഞാൻ എന്നോട് പറയാതെ വിചാരിച്ചു. ക്ലിയർ ആവുന്നില്ലായിരുന്നു, അപ്പൊ ഒരു സംശയം എന്താ പറഞ്ഞു. മോഡ്യൂൾ 2 ഇംഗ്ലീഷ് ആണ്, മോഡ്യൂൾ 3 പ്രാക്ടിക്കൽസ്. മോഡ്യൂൾ 3 വരെ കോമൺ ആണ്. മോഡ്യൂൾ 4 and 5 ആണ് PG കാർക്ക് വരുന്നത്. അത് 2 സബ്ജക്റ്റ് ആണ്. എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഒരു സബ്ജക്ട്, പിന്നെ അത് കുറച്ചുകൂടെ ഡെപ്തിൽ പഠിക്കുന്നു. അതായത് പാർട്ട് 4 നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കുന്ന കാര്യം PG കാർക്ക് മോഡ്യൂൾ 4 ആകുമ്പോൾ ഡീപ്പായിട്ട് പഠിക്കുന്നു. മോഡ്യൂൾ 5 ഒരു സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരന്റ്സുമായിട്ടും സൊസൈറ്റി ആയിട്ടും ഒരു പാർട്ട്ണർഷിപ്പ് റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, കടന്നു പോകും റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, അത് ആണ് മോഡ്യൂൾ 5 വരുന്നത്. അപ്പോൾ PG കാർക്ക് മോഡ്യൂൾ 4ഉം മോഡ്യൂൾ 5ഉം 2 സബ്ജക്റ്റ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന്റെ സ്പ്ലിറ്റപ്സ് തന്നില്ലേ, ഒരു PDF തന്നതാണ് എൻ്റെ ഒരു PG കാർക്ക് വരുമ്പോഴേക്കും PGയുടെ ഗ്രൂപ്പ് ഇനിയായിരിക്കും ക്രിയേറ്റ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാല് നമ്മളിപ്പോ 6, 7, 8 PG കമ്പൈൻഡ് ആയിട്ട് നടക്കുന്നത്. ഇനി നിങ്ങൾ 10 അല്ലേ, മിക്കവാറും മോസ്റ്റ് പ്രോബ്ലി 9, 10, 11 ആയിരിക്കും കമ്പൈൻഡ് ആയിട്ട് PG. അത് പാർട്ട് 3 ആകുമ്പോൾ നമ്മൾ പാരലൽ ആയിട്ട് PG സ്റ്റാർട്ട് ചെയ്യും വേറൊരു ടൈമില്. മോസ്റ്റ് പ്രോബ്ലി നൈറ്റ് ആയിരിക്കും, 7 to 8 ആ ഒരു ടൈമിലായിരിക്കും. അപ്പൊ ആ രീതിയിലാണ് PG പോവുക. ഓക്കെ, PGയുടെ ക്ലാസ് പോകുന്നത്. ഇനി നമ്മൾ ഇത്രയും നാള് മോഡ്യൂൾ 1 തീർന്നിട്ടായിരുന്നു പ്രാക്ടിക്കലിലേക്ക് പോയത്. ഇപ്പൊ നമ്മൾക്ക് തോന്നുന്നത് വെച്ചാല് മോഡ്യൂൾ 1 പാർട്ട് 3, അതായത് കോർ ടോപ്പിക് ആയ മോണ്ടിസോറി തിയറി, മെത്തേഡ്സ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ, ഇറ്റ്സ് ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ, നമ്മൾ പ്യുവർ ആയിട്ട് മോണ്ടിസോറി മെത്തേഡ് എന്താന്ന് അറിയുന്നത് പാർട്ട് 3 വരുമ്പോഴാണ്. അതെത്തുമ്പോൾ അതിന്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് പ്രാക്ടിക്കൽസും തരും. അപ്പൊ ടീച്ചിങ് പ്രാക്ടീസിന് പോകാൻ പറ്റിയ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ടൈം നിങ്ങൾ ഈ പാർട്ട് 3യുടെ ഒപ്പം പ്രാക്ടിക്കലും ചെയ്യുന്ന സമയത്താണ്. അപ്പൊ നമുക്ക് ഈ മോണ്ടിസോറി മെത്തേഡ് ചെന്നിട്ട് സ്കൂളിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. കുറച്ചുകൂടെ നമ്മുടെ ടീച്ചിങ് പ്രാക്ടീസ് നല്ല ഒരു ഫ്രൂട്ട്ഫുൾ ആകും. ആ രീതിയിൽ നമ്മളൊന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാല്, ചിലപ്പോൾ ഒരു സ്ട്രഗിൾ ആയിട്ട് ഫീൽ ചെയ്യാം, എന്നാലും എൻഡ് റിസൾട്ട് വളരെ നല്ലതായിരിക്കും. ഔട്ട്കം നിങ്ങളെ തന്നെ ഫേവർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ചെയ്യാനുള്ള ആക്ടിവിറ്റീസും അസൈൻമെന്റുകളും റെക്കോർഡുകളും പെൻഡിങ് വെക്കാതെ ഈ പ്രാക്ടിക്കൽസിന്റെ ഒപ്പം തന്നെ ഫിനിഷ് ചെയ്യുവാണെങ്കിൽ വൈവ നമുക്ക് പ്രാക്ടിക്കൽസ് കഴിയുമ്പോൾ വൈവ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ തിയറി എക്സാംസ് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റും റെഡി ആകും. ഡിലേ ആകാതെ നിങ്ങൾക്ക് പാസ് ഔട്ട് ആകാം, കോൺവെക്കേഷൻ നടത്താം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് പ്രാക്ടിക്കൽ വെച്ച് വൈവ വെക്കുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ഡിലേ ആകും. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഒരു രീതിയിൽ പോവുകയാണെങ്കിൽ മെത്തേഡ് നിങ്ങളുടെ ഉള്ളിൽ കറക്റ്റ് എടുത്തു അതിന്റെ ഒപ്പം തന്നെ പ്രാക്ടിക്കൽസ്, നമ്മൾ മെത്തേഡ് പഠിക്കുന്നതിന്റെ ഒപ്പം തന്നെ മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത മെറ്റീരിയൽസ് എന്താണെന്നും കൂടെ മനസ്സിലാക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ക്ലിയർ ആവും. അതേസമയം ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറയുവാണെങ്കിൽ മറിയ മോണ്ടിസോറി ക്ലാസ് റൂമിനെ പ്രിപ്പയർ ചെയ്യുന്നു കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അവിടെ കുട്ടികൾക്ക് ചെയ്യാനായിട്ട് കുറെ മെറ്റീരിയൽസ് വെച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവണം സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ്. അത് കുട്ടികൾ ട്രേസ് ചെയ്താണ് അവരിൽ പെട്ടെന്ന് തന്നെ റൈറ്റിംഗ് എന്നുള്ളത് ഒരു എക്സ്പ്ലോഷൻ പോലെ വരുന്നു എന്നുള്ളത്. ഇത് കേട്ടു, നമ്മൾ എന്തോ മനസ്സിലാക്കി. പക്ഷെ അതേസമയം ആ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾക്ക് ട്രേസ് ചെയ്ത് നോക്കാം. നമ്മുടെ വീട്ടിൽ കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ അവരെ കൊണ്ട് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ പോകുന്നുണ്ടെങ്കിൽ സ്കൂളിലും ചെയ്ത് നോക്കാം. അപ്പൊ ഇത് ഒരുമിച്ച് നടക്കും. ആ തിയറി പഠിക്കുന്നതിന്റെ ഒപ്പം തന്നെ നമ്മൾ സ്കൂളുകളിൽ അങ്ങനെയല്ലേ,
ഫിസിക്സിന്റെ ലാബിൽ പോകുന്നു, തിയറി ക്ലാസ്സിന്റെ ഒപ്പം തന്നെ ആ ആഴ്ചയിൽ എവിടെയെങ്കിലും ലാബ് ഉണ്ടാവും ഏതെങ്കിലും ദിവസം. സെയിം തന്നെയല്ലേ നമ്മുടെ ലാബുകൾ നടക്കുന്നത്? അത് തന്നെ നമ്മൾ തിയറി പഠിക്കുന്നതിന്റെ ഒപ്പം തന്നെ നമ്മൾ പ്രാക്ടിക്കൽസും കൊണ്ടുപോകുമ്പോഴേക്കും നമുക്ക് ഡിലേ ഇല്ലാതെ നമ്മുടെ കോഴ്സ് തീരും. ലാസ്റ്റ് മൊമെന്റ് ആവുമ്പോൾ ഭയങ്കരമായിട്ട് ലാഗാവും. ഓക്കെ, ക്ലിയർ ആയോ? പക്ഷെ ഇച്ചിരി ഒന്ന് സ്ട്രഗിൾ ചെയ്യണം. കാരണം പെൻഡിങ് വെക്കരുത്. സമയമുണ്ടല്ലോ എന്ന് വെച്ച് ലാസ്റ്റ് മൊമെന്റിലേക്ക് വെക്കരുത്. അപ്പൊ ഞാൻ റെക്കോർഡ് റൈറ്റിംഗ് ഡീറ്റെയിൽസ് എത്ര തന്നു? തന്നിട്ടുള്ളൂ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഞാൻ ബാക്കിയുള്ള ഇത് തരാം. അപ്പൊ നിങ്ങൾക്ക് ഇരുന്ന് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ഞാൻ ആ റെക്കോർഡ് റൈറ്റിംഗിന്റെ ഒന്ന് ഞാനൊന്ന് ഷെയർ ചെയ്യാം. എക്സാമിന് പാസ് മാർക്ക് എത്ര അങ്ങനെയുണ്ടോ? അങ്ങനെ അതിനെപ്പറ്റി ബോധർ ചെയ്യണ്ട. ഇപ്പോഴത്തെ എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടാറുണ്ട്. എന്തായാലും 36% ആണ്. ഇത് 100-ല് 36 മാർക്കാണ് പാസ് മാർക്ക് എന്നുള്ളത്. അങ്ങനെ ഒരു കേസ് നമ്മുടെ ഇതുവരെ ഒരു ബാച്ചിലും അങ്ങനെ മിനിമം മാർക്കിൽ ആർക്കും പോയിട്ടില്ല കേട്ടോ. 50%. പിന്നെ മാം, ഞാൻ നമ്മളെ സ്മാർട്ട് സ്ട്രീമിൽ തന്നെ HA കോഴ്സ് ചെയ്തതാണേ. ആണോ? ഓ ശരി. ഞാൻ എക്സാം ഒക്കെ എഴുതിയ സമയത്ത് നമുക്ക് ഗൂഗിൾ മീറ്റിൽ ഒരു ലിങ്ക് വരും, എക്സാമിന് ഒരു ലിങ്ക് വരും. അങ്ങനെ ആയിരുന്നു HA എക്സാം. പക്ഷെ എനിക്ക് വീഡിയോ ഓൺ ആക്കുമ്പോൾ എനിക്ക് എക്സാം എഴുതാൻ പറ്റില്ല. അതായത് നെറ്റ് ഇഷ്യൂ കാരണം എനിക്ക് ഭയങ്കര പ്രോബ്ലമാണ്. അങ്ങനെ എനിക്ക് ഒരു എക്സാം ആകെ ഫോൺ ഹാങ് ആയി ഭയങ്കര പ്രശ്നമായി പോയി. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. സത്യം പറഞ്ഞാൽ ഞാൻ വീടിന് ചുറ്റും ഓടും ആ എക്സാം ടൈമിന്. അത്ര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു റിക്വസ്റ്റ് ആണ്, എനിക്ക് വീഡിയോ. അപ്പോൾ ഞാൻ ഒരു എക്സാം കഴിഞ്ഞ് എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടായി, ഞാൻ ടെൻഷൻ അടിച്ച് ഞാൻ അവിടെ ഇങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞു, ജസ്റ്റ് ഇങ്ങനെ പേരും അത് പറഞ്ഞ് ഹോളിൽ കയറി ഇങ്ങനെ ഞാൻ പേരൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഒന്ന് ഓഫ് ആയിക്കോളൂ, അത്രയും ബുദ്ധിമുട്ടായത് കൊണ്ടെന്ന് അന്ന് എനിക്ക് അങ്ങനെ ഒരു ഇത് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നൈറ്റ് ഒക്കെയാണ് എക്സാം എന്നുണ്ടെങ്കിൽ എനിക്ക് എക്സാം എഴുതാൻ പറ്റുമെന്ന് തന്നെ അറിഞ്ഞിടാം. എനിക്കിവിടെ 3G ആണ്. അതായത് 4G കാണിക്കുമെങ്കിലും എനിക്ക് 3G അത്ര സ്പീഡേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇപ്പോഴും ക്ലാസ്സിൽ ഇരിക്കുന്നത് വെളിഭാഗത്താണ്. എന്നാലും എനിക്ക് കറക്റ്റ് കിട്ടും. എനിക്ക് ഞാൻ വീഡിയോ ഓണാക്കാന്നുണ്ടെങ്കിൽ എന്റെ വോയിസ് ബ്രേക്ക് ആവും. അതാണ് അവസ്ഥ. അപ്പോൾ ഞാൻ ഇത് ആരടുത്ത് ചോദിക്കണം എന്നുള്ള ഒരു ഡൗട്ട് എനിക്കുണ്ട്. എനിക്ക് വീഡിയോ ഓൺ ആക്കുമ്പോൾ എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ലിങ്ക് ഓപ്പൺ ആവില്ല. ഓപ്പൺ ആയാൽ എന്റെ ഫോണ് ജാം. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പൊ ഞാൻ മനസ്സിലായി. അത് കുഴപ്പമില്ല ആര്യ. നമുക്ക് ആ സമയത്ത് എന്നെ ഒന്ന് റിമൈൻഡും കൂടി ചെയ്യിക്കണേ. മറന്നു ആരാ പറഞ്ഞത്? ഞാൻ മുമ്പേ ചോദിച്ചു. കാര്യം എനിക്ക് അന്ന് അറിയില്ലായിരുന്നു എനിക്ക് ഇങ്ങനെ ഇഷ്യൂ ഉള്ള കാര്യം. അപ്പൊ ഞാനിത് ഓട്ടോമാറ്റിക്കായിട്ട് ആദ്യം നമുക്ക് ഗൂഗിൾ മീറ്റിന്റെ ലിങ്ക് ആണ് വരുന്നത്. അപ്പൊ അത് ഓണാക്കി വീഡിയോ എല്ലാം ഓണാക്കി സെറ്റ് ആയിട്ടിരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോഴേ നമുക്ക് ക്വസ്റ്റ്യൻ വരുള്ളൂ. ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇത് ഓൺ ആവില്ല. ഫോണ് ഫുള്ളും അങ്ങ് ഹാങ് ആയിപ്പോവും. അപ്പൊ പിന്നെ ലാസ്റ്റ് രണ്ടാമതൊരു എക്സാം എഴുതിയപ്പോൾ സബ്മിറ്റ് കൊടുത്തിട്ട് എനിക്ക് അവിടെ പറയാൻ പറ്റിയില്ല. ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടേന്ന് എനിക്ക് പറയാൻ പറ്റിയില്ല. അങ്ങനെ അതും ലാസ്റ്റ് എക്സാമിനാണ് മാം. ആ മോഡലിനൊന്നുമല്ല, ഫൈനൽ എക്സാമിനാണ് എനിക്ക് ഇത്രയും പ്രശ്നമായത്. അതുകൊണ്ടാണ് ഇത് ഞാൻ ഇപ്പോഴേ പറയുന്നത്. ഞാൻ എന്തായാലും മാമിനെ ഒന്ന് റിമൈൻ ചെയ്തേക്കാം. എന്നെ ഒന്ന് റിമൈൻഡ് ചെയ്യുക. കാരണം പല ക്ലാസ്സുകളിലും ഓരോരോ കൺസേൺ വരുമ്പോഴേ ആരാ പറഞ്ഞെന്നൊക്കെ മറന്നു. അപ്പൊ എന്നെ ഒന്ന് റിമൈൻഡ് ചെയ്താൽ മതി. എക്സാം ടൈം ആവുമ്പോൾ കറക്റ്റ് പേര് എനിക്ക് ആ സമയത്ത് ഒന്ന് അയച്ചു തന്നാലും മതി. പിന്നെ അവർ തരുന്ന റോൾ നമ്പറും എനിക്കൊന്ന് അയച്ചു തന്നാൽ അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് എളുപ്പമായിരിക്കും. നമുക്ക് ചെറുപ്പം പേഴ്സണലി ആളറിയാമെങ്കിൽ അവർക്ക് അറിയണമെന്നില്ലല്ലോ, ഇൻവിജിലേഷനിൽ ഇരിക്കുന്നവർക്ക്. ഇത് നൈറ്റ് വയ്ക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലിക്ക് പോകുന്നവരില്ലേ പകല്, അവർക്ക് എക്സാം എഴുതാൻ ബുദ്ധിമുട്ടാവും. അതാണ് ഈ നൈറ്റ് 7 to 8 എന്നുള്ള ടൈമിൽ വയ്ക്കുന്നത്. മെസ്സേജ് ഇട്ടേക്ക്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ യെസ്. ഞാൻ റെക്കോർഡ് എനിക്ക് ഇപ്പം കിട്ടിയിട്ട് 2-3 ദിവസമായിട്ടുള്ളൂ. ഞാൻ പുറത്താണ്, ബഹറിനില വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഞാൻ റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുള്ളൂ. എനിക്ക് 2 ആഴ്ചത്തെ സമയം ഫസ്റ്റ് റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യാൻ വേണം. അത് കഴിഞ്ഞിട്ട് എനിക്ക് സെക്കൻഡ് റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ മറ്റേ ആക്ടിവിറ്റീസ് ആണെങ്കിലും ഫുള്ളായിട്ട് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഇതുവരെ പറ്റിയിട്ടില്ല. ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അസൈൻമെന്റ് ഒക്കെ ഒരുവിധം ക്ലാസ് റൂമിൽ ഇടുന്നതൊക്കെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് സജഷൻസ് തന്ന ആ ഒരു ഇത് മാത്രം ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടില്ല. റെക്കോർഡിന്റെ കാര്യത്തിൽ ഈ ഒരു ഡിലേ ഉണ്ട്. ദിവസം ഒരു 30 minutes സ്പെയർ ചെയ്യാൻ പറ്റുമോ? എന്റെ സമയം ഉള്ള സമയത്ത് ഞാൻ റെക്കോർഡ് ക്ലാസ് കാണുന്നുണ്ട്.
ആണോ? മാക്സിമം എന്റെ ടൈം ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ക്ലാസ്സുകൾ കാണുന്നുണ്ട്, മറ്റു കാര്യങ്ങൾ വർക്കും ഇതിന്റെ ബേസിൽ തന്നെ ചെയ്യുന്നുണ്ട്. ഓക്കെ അപ്പോ ഓക്കെ. റെക്കോർഡ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരിക്കണല്ലോ, അല്ലാതെ കുറച്ച് അതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും വർക്ക് വരും. കാരണം ഞാൻ അങ്ങനെയാണ്, ഇവിടെ ഒരു റോയൽ ഫാമിലിയിൽ കുറച്ച് കുട്ടികൾക്ക് ഒരു ട്യൂഷൻ എടുക്കുന്ന പോലെ വർക്കാണ്. അപ്പൊ എപ്പോഴും ആ ഒരു കുട്ടികളുടെ ചുറ്റും ഉണ്ടാവും. വൈകുന്നേരം ആണെങ്കിൽ അവർക്ക് മറ്റ് ആക്ടിവിറ്റീസ് ഒക്കെ തരുന്ന ഒരു ഇതുണ്ട്. അപ്പൊ ഞാൻ അതൊക്കെ ചെയ്തു കൊടുക്കേണ്ട ഒരു ഇതാണ്, എന്റെ വർക്ക് ചെയ്യാനൊരു സമയമില്ല. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് 2 കൊണ്ട് ഞാനത് ഫസ്റ്റ് റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ ഫൈൻ. എന്തായാലും നമുക്ക് പറ്റുമായിരിക്കും. നമ്മൾ ആ ഒരു ശരിക്കും നമ്മൾ സ്ട്രെസ്ഫുൾ ആയിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് സ്പീഡിൽ കഴിയില്ല. അതേസമയം നമ്മളൊന്ന് സമാധാനമായിട്ട് പീസ് കാമായിട്ടൊക്കെ ഇരിക്കുമ്പോഴേക്കും നമ്മളൊരു മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത്, അല്ലെങ്കിൽ നമ്മുടെ പ്രെയർ, നമ്മൾ ശീലിച്ചു പോകുന്ന പ്രെയർ, ആ ഒരു ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ അത്ര ടെൻഷൻ ഒന്നും വേണ്ട കേട്ടോ. അപ്പോ നമുക്ക് റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് നോക്കാം. ഫസ്റ്റ് റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തന്നു അല്ലെ. ഫസ്റ്റ് റെക്കോർഡിന്റെ ഒപ്പം തന്നെ നമുക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് 4th റെക്കോർഡ്. അപ്പൊ ഞാൻ 4th പറഞ്ഞിട്ട് 2nd 3rd പറയാം, അതായിരിക്കും നല്ലത്. 2nd 3rd നമുക്ക് ടൈം എടുക്കേണ്ടത്. സ്റ്റോറി അതുപോലെ തന്നെ റൈം, അത് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. അതാ ഞാൻ പറഞ്ഞത്, നമ്മളൊരു ചെറിയ പീസ്ഫുൾ കാമായിട്ടൊക്കെ ഇരിക്കുമ്പോഴേക്കും നമുക്കത് കിട്ടും. ഇന്നൊരു ക്ലാസ്സിന്റെ കുറച്ചു മുമ്പ് എടുത്ത ഒരു 13 ബാച്ച്, അതിലൊരു കുട്ടി ഇന്റർവ്യൂവിന് പോയപ്പോൾ ആ കുട്ടിയുടെ അടുത്ത് 2 വേർഡ് പറഞ്ഞു, അത് വെച്ചിട്ടൊരു സ്റ്റോറി ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ആ ഓൺ ദ സ്പോട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് ക്രിയേറ്റീവ് ആയിട്ട് നമുക്ക് സ്റ്റോറി വരണം. അത് വരും. അത് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് കുറെ കാര്യങ്ങൾ ചെയ്തു വെക്കുമ്പോൾ നമുക്ക് റെഫർ ചെയ്യാം, ഗൂഗിളൊക്കെ റെഫർ ചെയ്യാം, ഓക്കെയാണ്. പക്ഷെ റെഫർ ചെയ്യുന്നത് അങ്ങനെ തന്നെ കോപ്പി ചെയ്യരുത്. നമ്മൾ വീട്ടിൽ എന്തെങ്കിലും ഡിഷൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മുടേതായിട്ടുള്ള ഒരു ടച്ച് അതിനകത്ത് കൊടുക്കാൻ നോക്കും. അതുപോലെ തന്നെ നിങ്ങളൊന്ന് ഇംപ്രവൈസ് ചെയ്യുക, ക്രിയേറ്റീവ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട്. 4th റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പസിൽസ് ആൻഡ് അതർ കിഡ്സ് ആക്ടിവിറ്റി ബുക്കാണ്. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കളിക്കൊടുക്ക, മാജിക് പോട്ട്, അങ്ങനെ ബാലരമ അങ്ങനെയൊക്കെ വാങ്ങിച്ചു കൊടുക്കാറല്ലേ. അതിന് കുറേ ആക്ടിവിറ്റീസ് ഉണ്ടാവും അല്ലെ കുട്ടികൾക്ക് ചെയ്യാനുള്ളത്. അതിലൊന്നും ആൻസർ അങ്ങനെ കൊടുത്തിട്ടുണ്ടാവില്ല. കുട്ടികൾ തന്നെ കളർ കൊടുക്കേണ്ടതും പിന്നെ ക്രോസ് വേർഡ് ഫില്ല് ചെയ്യേണ്ടതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുപോലെയാണ് നമ്മളുടെ 4th റെക്കോർഡ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഇതിനകത്ത് ഒന്നും ആൻസർ ചെയ്യണ്ട. നമ്മൾ ഇതെല്ലാം ക്വസ്റ്റ്യൻ മാത്രമേ എഴുതുന്നുള്ളൂ. ഒന്നും നമ്മൾ ഫില്ല് ചെയ്യേണ്ട ഭാഗം ഫില്ല് ചെയ്യുന്നില്ല, കളർ ചെയ്യേണ്ട ഭാഗം കളർ ചെയ്യുന്നില്ല. അങ്ങനെ ഇത് നമ്മൾ ശോധവയൊക്കെ ഇല്ലേ, വഴി കണ്ടുപിടിക്കുക, അങ്ങനത്തെ ഒക്കെ നമ്മളുടെ ഇങ്ങനെ ആക്ടിവിറ്റി ബുക്കുകളിൽ കാണാറില്ലേ. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ബുക്കിലുള്ളത്. ഞാനത് എന്റെ റെക്കോർഡിൽ എടുക്കട്ടെ, എന്നിട്ട് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുമെങ്കിൽ വരയ്ക്കാം. ഇനി അതല്ല കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യാനാണെങ്കിൽ അത് ചെയ്യാം. കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ അവരെല്ലാരും കൂടെ വീട്ടിലുള്ളവരെയൊക്കെ ചേർത്തിരുന്ന് ചെയ്യുവാണെങ്കിൽ ഈ 1st 4th റെക്കോർഡും പെട്ടെന്ന് തീരും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഗീവ് ഫിനിഷിംഗ് ടച്ച് ആൻഡ് കളർ അക്കോർഡിംഗ് ടു യുവർ ഇമാജിനേഷൻ. ഞാൻ ഇവിടെ ഒരു മിക്കി മൗസിനെ പോലെയാണ് വരച്ചിരിക്കുന്നത്. അത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം മിക്കി മൗസിന്റെ ചെവി, അത് ഞാൻ ഡോട്ടർ ലൈൻസ് മാർക്കിയത്. കാണാൻ പറ്റുന്നില്ല? കാണാമോ? കണ്ടോ? അതുപോലെ തന്നെ മിക്കി മൗസിന്റെ കയ്യിലൊരു ഷുഗർ ക്യാൻഡി പോലെയുണ്ട്, അതും ഞാൻ ഫുള്ള് വരച്ചിട്ടില്ല. പിന്നെ കഴുത്തിൽ ഒരു ബിബ് വരച്ചിട്ടുണ്ട്, അതും ഫുൾ വരച്ചിട്ടില്ല. അതും ബ്രോക്കൺ ലൈൻസ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അവിടെ മാത്രം ബോൾഡ് ലൈൻസ് വെച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ചില ഭാഗങ്ങൾ ബ്രോക്കൺ ലൈൻസ് വെച്ച് കംപ്ലീറ്റ് ചെയ്യാത്ത ഭാഗമുണ്ട്. അപ്പൊ നമ്മൾ കുട്ടികൾക്ക് ആക്ടിവിറ്റി കൊടുക്കുമ്പോൾ ഫുൾ കംപ്ലീറ്റ് ചെയ്യുക, എന്നിട്ട് കളർ കൊടുക്കുക എന്നുള്ള രീതിയിൽ അവരോട് പറയാം. നമ്മൾ കംപ്ലീറ്റ് ചെയ്യോ കളർ ചെയ്യോ നമ്മൾ ചെയ്യണ്ട. നമ്മളിങ്ങനെ ഫിനിഷ് ആവാത്ത ഒരു കംപ്ലീറ്റ് ആവാത്ത ഒരു പിക്ചർ നമ്മൾ വരയ്ക്കോ ട്രേസ് ചെയ്തിട്ട് ഇങ്ങനെ വരച്ചെടുക്കോ എന്തൊക്കെയാണ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയോ ഈ ക്വസ്റ്റ്യൻ?
ഈ ഇത് ക്ലിയർ ആയോ? മാം നിങ്ങളത് മാം 1 സെക്കൻഡ് മാം. മെയിൻ ഡിസ്പ്ലേക്ക് ആക്കാമോ മാം? നമ്മള് ഐ മീൻ PDF മെയിൻ ആക്കിയിട്ട് കാണിക്കാമോ? ഹൗ ടു സേ മാം? വിച്ച് PDF? The details of record ആണോ? ആ PDF ഒക്കെ നമ്മള് സ്ക്രീന് ഷെയർ ചെയ്തിട്ട് കാണിക്കാമോ? വൈഡ് ആക്കിയിട്ട് കാണിക്കാമോ? Yes, yes, please. Sure. മിസ്സിന്റെ സ്ക്രീൻ വൈഡ് ആക്കിയിട്ട് കാണിക്കാൻ വേണ്ടി. എന്റെ ആണോ? മാം ഇപ്പോ PDF മാം ഷെയർ ചെയ്തേക്കുന്നതാണ് ഇപ്പോ എൻലാർജ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. ഞാനത് ചെറുതാണ്. അത് ഒന്ന് കാണിച്ചു തരാൻ പറ്റും. അപ്പൊ ഞാൻ ഇതൊന്ന് ക്ലോസ് ചെയ്ത കുഴപ്പമുണ്ടോ? ഈ PDF നിങ്ങളുടെ കയ്യിലുണ്ടോ? PDF ഇല്ല, ഷെയർ ചെയ്തിട്ടില്ല. സോ ഞാനൊരു കാര്യം ചെയ്യട്ടെ, ആർക്കെങ്കിലും പേഴ്സണലി അയക്കാം, അവരെ ഗ്രൂപ്പിലേക്ക് ഇട്ടാൽ നിങ്ങൾക്ക് അത് നോക്കാൻ പറ്റില്ലേ? ഓക്കെ മാം. 2 minutes. ഞാനിത് ഒരുമിച്ചായിരുന്നു PDF കൊടുത്തിരുന്നത്. അപ്പൊ അന്ന് എന്നോട് നിങ്ങളുടെ ക്ലാസ്സിൽ നിന്നാന്ന് തോന്നുന്നു ഓരോന്ന് മതി എന്ന് പറഞ്ഞപ്പോ ഞാനതങ്ങ് വിട്ടുപോയി. അത് അവിടെ അങ്ങനെ കിടന്നു. ഒരുമിച്ച് ഞാനങ്ങ് നിന്നെങ്കിൽ നിങ്ങൾക്കത് നിങ്ങളുടെ ക്ലാസ് റൂമിൽ ഗ്രൂപ്പിൽ കിടന്നേനെ. ഞാൻ അങ്കിതയ്ക്ക് ഷെയർ ചെയ്യട്ടെ? ഓക്കെ മാം, ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഇപ്പൊ തന്നെ ചെയ്യണേ. ഗ്രൂപ്പിലല്ല മാം, ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് അല്ല ഇല്ലെന്നെ. നിങ്ങളുടെ പേഴ്സണൽ ഗ്രൂപ്പ് ഇല്ലേ? ഓക്കെ മാം. പേഴ്സണലി ചാറ്റ് ചെയ്യുന്ന ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. നിങ്ങൾക്കല്ലാതെ നിങ്ങളുടെ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഇത് അസൈൻമെന്റ് ഡീറ്റെയിൽസും അതും ഇതൊക്കെ തരുന്ന ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് ഇനിയിപ്പോ കൊടുത്തേക്കാം. ഓക്കെ മാം. അങ്കിതയ്ക്ക് ഷെയർ ചെയ്തിട്ടുണ്ടേ. ഇപ്പൊ തന്നെ നിങ്ങളുടെ ഒഫീഷ്യൽ ഇതിനകത്ത് വരും ക്ലാസ്സിൽ. ഓക്കെ മാം, ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് നോക്കി ഓരോന്ന് പറയുമ്പോ അത് നോക്കാനോ? ഈ പ്രോബ്ലം അല്ലേ? ഇനി എനിക്ക് ക്ലോസ് ചെയ്യാലോ? യെസ് മാം. അപ്പൊ എന്നെ കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ ഞാൻ ഒന്നുകൂടെ പറയാം. നമുക്കൊരു പിക്ചർ, ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പിക്ചർ വേണം. ക്വസ്റ്റ്യൻ ഇതാണ്, പിക്ചർ കംപ്ലീറ്റ് ചെയ്യുക, എന്നിട്ട് അതിന് വേണ്ടുന്ന കളേഴ്സ് കൊടുക്കുക. പിന്നെ കൊച്ചു കുട്ടികളാവുമ്പോ കളർ എന്ന് പറയുന്നത് നമ്മള് ഒന്നുകിൽ ക്രയോൺസ്, വാക്സ് ക്രയോൺസ്, അല്ലെങ്കിൽ ഓയിൽ പേസ്റ്റൽസ്, അല്ലെങ്കിൽ കളർ പെൻസിൽസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സ്കെച്ച് പെൻ ഉണ്ട്. പക്ഷെ സ്കെച്ച് പെന്നിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് അത് വൺസ് ഒക്കെ നമുക്ക് കൊടുക്കാം, അവരുടെ കയ്യിലാകും അതിന്റെ മഷി. അത് മാത്രമല്ല, അവർ സ്കെച്ച് പെൻ വെച്ച് കളർ ചെയ്യുമ്പോൾ ഇപ്പൊ ബോർഡർ ലൈൻസ് ഒക്കെ വരയ്ക്കാനാണെങ്കിൽ വലിയ പ്രശ്നമില്ല. കളർ ചെയ്യുമ്പോൾ ബാക്ക് സൈഡ് സ്മഡ്ജ് ആവും. ആ കളർ ബാക്ക് സൈഡിലേക്ക് ഇങ്ങനെ കാണാനായിട്ട് പറ്റും. പിന്നെ വാക്സ് ക്രയോൺസും ഓയിൽ പേസ്റ്റൽസും വെച്ച് നോക്കുമ്പോൾ പുതിയ രീതിയിൽ വല്ല ഇറങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഈ ഓയിൽ പേസ്റ്റൽസിൽ ഒരു സ്ക്രിബർ പോലത്തെ ഒരു സാധനം കിട്ടും. അപ്പൊ അതും ഒരു വാക്സ് പോലെ തന്നെയാണല്ലോ. ഈ കളർ ചെയ്ത് കഴിയുമ്പോൾ അവിടെ എവിടെയെങ്കിലും പൊടി പോലെ ഇരിക്കും. ഈ സ്ക്രിബർ വെച്ച് പതുക്കെ ഇങ്ങനെ അതിനെ ചുരണ്ടി എക്സസ് വരുന്ന ആ വാക്സ് ഒക്കെ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ പിക്ചർ നല്ല ഫൈൻ ആയിരിക്കും. നമുക്ക് തൊട്ട് നോക്കിയാൽ നല്ല സ്മൂത്ത് ആയിരിക്കും. അതേസമയം ക്രയോൺസ് ഒക്കെ ആകുമ്പോൾ അതിന്റെ കളർ അവിടെ ചില ഭാഗങ്ങളിൽ കൂടിയിരിക്കും, ചില ഭാഗങ്ങളിൽ കുറഞ്ഞിരിക്കും. അവിടെ ഇങ്ങനെ തരി പോലെ ഇങ്ങനെ ചെറുതായിട്ട് നമുക്ക് ടച്ച് ചെയ്യുന്നതൊക്കെ ഫീൽ ചെയ്യും. അതൊക്കെ നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവുമായിരിക്കും. ഓക്കെ, ഈ ഫസ്റ്റ് വൺ മനസ്സിലായല്ലോ? ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള പിക്ചർ എടുക്കുക. പിന്നെ കൊച്ചു കുട്ടികൾക്ക് കൊടുക്കുമ്പോ മൈന്യൂട്ട് ഡീറ്റെയിൽസ് വരുന്ന പിക്ചർ കൊടുക്കരുത്. വലിയ പാർട്സ്, വലിയ ഡീറ്റെയിൽസ് ഉള്ളതായിരിക്കണം കൊടുക്കേണ്ടത്. എന്നാലാണ് അവർ പഠിച്ചു തുടങ്ങണല്ലേ ഉള്ളൂ. അവർ കളർ ചെയ്യാനായിട്ട് അവർക്ക് ഈസി ആയിട്ട് പറ്റുള്ളൂ. അങ്ങനെ അവർ പ്രാക്ടീസ് ആയി വരുമ്പോഴാണ് നമ്മൾ മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്നത്. കണ്ണ് ഭാഗം,
കുഞ്ഞു കണ്ണൊക്കെ. ഇതിപ്പോ മിക്കി മൗസിന്റെ ഒക്കെ കണ്ണൊക്കെ നല്ല വലുതായിട്ടായിരിക്കും. അപ്പൊ അവർക്ക് കളർ ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. ചെറിയ ഡീറ്റെയിൽസ് വരുമ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവരുടെ കൈയുടെ മൂവ്മെന്റ്സ് ഒക്കെ ആയി വരണേ ഉണ്ടാവുള്ളൂ. നെക്സ്റ്റ് വേർഡ് പസിലാണ്. മാം ഇത് ഒരെണ്ണം വെച്ചിട്ടല്ലേ ചെയ്യണ്ടു? ഒരെണ്ണം വെച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോ ഫീൽ ചെയ്തെന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴേ ഈ ലെഫ്റ്റ് സൈഡ് ഇങ്ങനെ വെറുതെ കിടക്കുകയാണ്. അപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ ഒക്കെ ചെയ്യണമെങ്കിൽ അതൊക്കെ ലെഫ്റ്റില്, അല്ലെങ്കിൽ പിക്ചർ വേറെ വേണമെങ്കിൽ വേറെ പിക്ചർ വേണമെങ്കിൽ ഒട്ടിക്കാം, എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. കാരണം മിക്കതിലും എനിക്ക് ഈ ലെഫ്റ്റ് സൈഡ് ബ്ലാങ്ക് ആയി. അപ്പൊ പിക്ചേഴ്സ് ഒക്കെ കൂടുതൽ വരുവാണെങ്കിലൊക്കെ നമുക്ക് ലെഫ്റ്റ് സൈഡ് ഒട്ടിക്കാം. പിന്നെ ഒരിക്കലും നമ്മൾ നമ്മുടെ റെക്കോർഡ് കൊച്ചുകുട്ടികൾക്ക് മാത്രമല്ല ആർക്കും കയ്യിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾക്കുള്ള റെഫറൻസ് ആണ്, നമ്മളുടെ എൻസൈക്ലോപീഡിയ ആണ്. നമുക്ക് ഒരു ക്ലാസ്സിൽ പോകണം, കുട്ടികളെ കൊണ്ട് എന്താ ആക്ടിവിറ്റി ചെയ്യിക്കണം, അപ്പൊ നമുക്ക് നമ്മുടെ റെക്കോർഡ് എടുത്ത് നോക്കാം, ഇതിന് ഏതാണ് പറ്റുന്ന ആക്ടിവിറ്റി, അതിന്ന് ഒരെണ്ണം കുട്ടികൾക്ക് കൊണ്ടുപോവാം. ഇത് ഇപ്പൊ ഫസ്റ്റ് വൺ പറഞ്ഞില്ലേ, ഗീവ് ഫിനിഷിംഗ് ടച്ച് ആൻഡ് കളർ എന്നുള്ളത്. ഇത് നമുക്ക് വേണമെങ്കിൽ A4 പേപ്പർ അല്ലെങ്കിൽ A4 പേപ്പർ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് 2 പിക്ചർ അതിനകത്ത് ട്രേസ് ചെയ്യുകയോ വരയ്ക്കുകയോ ചെയ്തിട്ട് കുട്ടികൾക്ക് ഒരു 20 കുട്ടികളുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇനി അതല്ല, ചാർട്ട് പേപ്പർ വാങ്ങിച്ചിട്ട് അതിനെ 4 or 6 പീസായിട്ട് ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഓരോന്നിനും ഓരോ പേപ്പർ, അത്രയും നമ്മൾ ചെയ്യണം. റെക്കോർഡ് ഒരിക്കലും നമ്മൾ കുട്ടികളുടെ കയ്യിൽ കൊടുക്കരുത് കേട്ടോ. കാരണം അതും നോക്കുക, റെക്കോർഡിൽ നമ്മൾ 1-2 പിക്ചർ ആയിരിക്കും വരയ്ക്കുക. അത് മാത്രമല്ല, കുട്ടികൾ അതിൽ ഫുൾ ഇങ്ങനെ കളർ ചെയ്ത് നാശാവും. അതും 20 കുട്ടികൾക്ക് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് നമുക്കുള്ള റെഫറൻസ് ആണ്. പിന്നെ ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ എല്ലാം കയ്യിലെടുക്കുക. നമ്മൾ ഇത്രയും ചെയ്തു എന്ന് അവരറിയണം. മാത്രമല്ല പ്രാക്ടിക്കൽസിൽ നമുക്ക് റെക്കോർഡിന് 100 മാർക്കാണ്, 5 റെക്കോർഡിനും കൂടിയിട്ട്. അത് നമ്മളുടെ മാർക്ക് ലിസ്റ്റിലെ റെക്കോർഡ്സ് 100 മാർക്ക് കിടക്കും. ചിലപ്പോൾ ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ അവർ ചോദിക്കും എന്ത് റെക്കോർഡാണ് നിങ്ങൾ ചെയ്തത്, ഈ 100 മാർക്ക് കാണുമ്പോഴേ. നമുക്ക് എടുത്ത് കാണിക്കാൻ നമ്മുടെ കയ്യിൽ നല്ല പോലെ നമ്മൾ പ്രിപ്പയർ ചെയ്ത റെക്കോർഡ് ഉണ്ടായിരിക്കണം. സെക്കൻഡ് വൺ വേർഡ് പസിലാണ്. അത് ക്വസ്റ്റ്യൻ ഇതാണ്, 4 animals hidden in the alphabet shown, trace them. അപ്പൊ ഞാൻ ഈ ക്വസ്റ്റ്യൻ എഴുതാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സ്പേസ് എനിക്ക് വേണ്ടി വന്നുള്ളൂ. ലെഫ്റ്റ് സൈഡ് ബ്ലാങ്ക് ആയി, താഴെ കുറെ ഭാഗം ബ്ലാങ്ക് ആയിട്ട് കിടക്കും അല്ലെ. നമുക്കിത് 2-3 വേണമെങ്കിൽ എഴുതാം. ഇനി അനിമൽസിന് പറയുമ്പോൾ ഫസ്റ്റ് വൺ അനിമൽസ് കൊടുത്തു, സെക്കൻഡ് വൺ ബേർഡ്സ് കൊടുക്കാം, തേർഡ് വൺ ഫ്രൂട്ട്സ് കൊടുക്കാം, ഫ്ലവേഴ്സ് കൊടുക്കാം. അങ്ങനെ കുട്ടികൾക്ക് ഫെമിലർ ആയിട്ടുള്ള കേട്ടോ, നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റി ബുക്കാണ്. ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പസിൽസും ആക്ടിവിറ്റി നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യരുത്. അവർക്ക് ഈസി ആയിട്ട്, അവർ വളർന്നു വരുന്നതോറും അല്ലേ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. ഇതിൽ ഞാൻ എഴുതിയതിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണും. പിന്നെ ജംപിൾ ചെയ്ത് കൊടുക്കരുത്. അതായത് പറയുവാണെങ്കിൽ, അതിപ്പോ നമ്മൾ സാധാരണ ജംപ്ലിംഗ് വേർഡ്സ് കൊടുക്കൂലേ, അവിടെ ആയിരിക്കും കിടക്കുന്നത്. നമ്മൾ അപ്പം ഇതിനകത്ത് ഞാൻ വൂൾഫ്, ഫോക്സ്, ഓക്സ്, ലയൺ ഇത്രയാണ് വന്നിരിക്കുന്നത്. അതിന്റെ പേരുകള് അടുപ്പിച്ചടുപ്പിച്ചാണ്, മിക്സ് ചെയ്തല്ല കൊടുത്തിരിക്കുന്നത്. മനസ്സിലായോ? വൂൾഫ്, അതിൽ നിന്ന് തന്നെ ഫോക്സ് വന്നു, പിന്നെ ഓക്സ് ആയി, പിന്നെ ലയൺ. ആ ഒരു രീതിയിൽ പോന്നിട്ടുണ്ട്. ക്ലിയർ ആയോ? കൂടുതൽ ആഡ് ചെയ്യാം, അനിമൽസ്, ബേർഡ്സ്, ഫ്ലവേഴ്സ്, ഫ്രൂട്ട്സ്, ഫുഡ് ഐറ്റംസോ അങ്ങനെ എന്തെങ്കിലും. അങ്ങനെ കുറെ ഇതുപോലെ തന്നെ വേർഡ് പസിൽസ് ചെയ്യാം. മാം ഒന്നും കൂടി പറയാമോ? മനസ്സിലായില്ല. സെക്കൻഡ് വൺ ഫ്രം ദ ബിഗിനിങ്. നോ മാം, സെക്കൻഡ് വൺ വേർഡ് പസിൽ ഓൺലി. ഓക്കെ. In this box there are 4 animals are hiding. അപ്പൊ അത് നോക്കിയിട്ട് ആ അനിമൽസിനെ കണ്ടുപിടിക്കും. ഞാനിപ്പോ വൂൾ, ഫോക്സ്, ഓക്സ്, ലയൺ ആണ്. എനിക്ക് അതിനകത്തുള്ള 4 അനിമൽസ് നിങ്ങൾക്ക് മാറ്റി കൊടുക്കാം. കൗ കൊടുക്കാം, ഹോഴ്സ്, ലയൺ, ജിറാഫ്, ടൈഗർ, എന്ത് അനിമൽസിനെ വേണമെങ്കിലും അതിനകത്താക്കല്ലോ. അപ്പൊ വായിച്ചു ഓക്കെ. ജസ്റ്റ് എഴുതാനും മതി. പിക്ചർ ഒട്ടിക്കുന്ന വേണം. പിക്ചർ ഒട്ടിച്ചിട്ട് അതിൽ ട്രേസ് ചെയ്യുന്ന അങ്ങനെ വേണ്ടല്ലോ. അങ്ങനെ വേണമെന്നില്ല. വേണമെങ്കിൽ നമുക്ക് ഇതിനൊന്ന് മോഡിഫൈ ചെയ്യാം. ഈ ഒളിഞ്ഞിരിക്കുന്ന അനിമൽസ്, ഹൈഡ് ചെയ്തിരിക്കുന്ന അനിമൽസിനെ നമുക്ക് വേണമെങ്കിൽ പിക്ചേഴ്സ് ലെഫ്റ്റ് സൈഡിൽ കൊടുക്കാം. അത് നല്ലൊരു ഐഡിയ ആണ്. പിക്ചേഴ്സ് ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ട് ഇത് ഏതൊക്കെ അനിമൽസ് ആണ് ഈ വേർഡ് പസിലുണ്ട് കണ്ടുപിടിക്കാനായിട്ട് പറയാം.
അതും ചെയ്യിക്കാം, അല്ലാതെയും ചെയ്യിക്കാം, അങ്ങനെയും ചെയ്യിക്കാം. അപ്പൊ നമുക്ക് ആക്ടിവിറ്റീസ് ആക്ച്വലി ഞാൻ അതന്നെ ഉദ്ദേശിച്ചത് മാം. മോള് ഇതിലുണ്ടായി ഫൈൻഡ് ദ അനിമൽസ് ഇൻ യുവർ ടെക്സ്റ്റ് അങ്ങനെ ഉണ്ടായി. അപ്പൊ ഞാൻ അത് തന്നെ ഉദ്ദേശിച്ചു. അപ്പൊ മാം റിട്ടേൺ മാത്രമേ ഉണ്ടായിട്ടുള്ളോ? അപ്പൊ സംശയമായി. ഓക്കെ, ക്ലിയർ ആയി. സെയിം തന്നെ നമ്മൾ നെക്സ്റ്റ് അങ്കിത പറഞ്ഞ പോലെ ഈ നമ്മൾ കൊടുക്കയില് ഒരു ബോക്സില് ഒരുപാട് ലെറ്റേഴ്സ് കാണും, നമ്മൾ അതില് റൗണ്ട് ചെയ്ത് വേർഡ് ഉണ്ടാക്കുമല്ലോ, അങ്ങനെ ഒരു മോഡൽ കൊടുക്കയിലൊക്കെ കണ്ടിട്ടുണ്ട്. അതെ അതെ. ഓക്കെ, സോ അതാണ് അടുത്തത് നമ്മൾ ചെയ്യുന്നത്. ക്രോസ് വേർഡ് പസിൽ പോലെ അല്ലെ? അങ്ങനെ ഒരു ഡൗണും ഉണ്ട് അക്രോസും ആയിട്ട് നമുക്ക് വരും. അപ്പൊ ഈ ലെഫ്റ്റ് സൈഡില് അനിമൽസ് മാത്രമല്ല, കീ, കൈറ്റ്, ബോൾ, അങ്ങനെ കുറെ കാര്യങ്ങൾ അല്ലാത്ത ഒബ്ജക്ട്സും ഉണ്ട്. അപ്പൊ ഇത് നോക്കിയിട്ട് ഇവിടെ നമ്മൾ അത് സർക്കിൾ ചെയ്തിട്ട് അല്ലെങ്കിൽ റൗണ്ട് അല്ല വരുന്നത്, ആ രീതിയിൽ അതിനെ ചെയ്യും. പിന്നെ വേണമെങ്കിൽ ഇത് കളർ ചെയ്യാന്നും കൂടെ പറഞ്ഞിട്ടുണ്ടോ, അപ്രോപ്രിയേറ്റ് കളേഴ്സ് കൊടുക്കാം. അപ്പൊ കളേഴ്സ് കൊടുക്കുമ്പോൾ ആ ലെറ്റേഴ്സ് വായിക്കാനായിട്ട് പറ്റണം, ആ രീതിയിൽ കളർ കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ കൊടുക്കുമ്പോൾ ഒരെണ്ണം അവർക്ക് വേണ്ടിയിട്ട് ഒരു മോഡൽ പോലെ ചെയ്തു കൊടുക്കാം. ഞാൻ ഇവിടെ 2 എണ്ണം ചെയ്തിട്ടുണ്ട്, ജിറാഫ് ആൻഡ് കാങ്ക്രൂ, ഇത് 2 എണ്ണമാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്കൊരു ഐഡിയ ഉണ്ടാവണം, നമ്മൾ കളക്ട് ചെയ്ത പിക്ചേഴ്സും നമ്മൾ ഈ ബോക്സ് ക്രിയേറ്റ് ചെയ്യുന്നതിന് അതെല്ലാം വരണമല്ലോ. അതിനനുസരിച്ച് ബോക്സിന്റെ കോളവും റോയും എല്ലാം നമ്മൾ സെറ്റ് ചെയ്യണം. ഞാനിവിടെ ചെയ്തപ്പോ എനിക്കൊരു കോളം എക്സ്ട്രാ വന്നു, പിന്നെ ഞാനത് ഇത് വെച്ചിട്ട് വൈറ്റ്നർ വെച്ചിട്ട് മാറ്റേണ്ടതായിട്ട് വന്നു, അതെനിക്ക് വേണ്ടി വന്നില്ല. അപ്പൊ അതിനനുസരിച്ച് നമ്മളൊരു കാൽക്കുലേഷൻസ് ഉണ്ടാവണം, നമ്മൾ എടുക്കുന്ന റോയും കോളവും എങ്ങനെ വരണം. മാം, ഈ കളിക്കുടക്ക ബാലരമ അതിലൊക്കെ ഇതുപോലത്തെ ഗെയിം കാണില്ല, അതൊക്കെ നോക്കി നമുക്ക് ചെയ്താൽ പോരെ? മതി, നോക്കി ചെയ്യാം. നെക്സ്റ്റ് നിങ്ങളൊരു കലണ്ടർ ക്രിയേറ്റ് ചെയ്യണം അബൌട്ട്, അതായത് അവയർനെസ് അബൌട്ട് ചൈൽഡ് ലേബർ ആൻഡ് ചൈൽഡ് ബെഗിങ്. ചൈൽഡ് ബെഗിങ്ങിന് അഗെയിൻസ്റ്റ് ആയിട്ടും ചൈൽഡ് ലേബറിന് അഗെയിൻസ്റ്റ് ആയിട്ടും ചൈൽഡ് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കലണ്ടർ ആയിരിക്കണം ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഞാൻ വളരെ സിമ്പിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓരോ കുട്ടികളും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. കൊച്ചുകുട്ടികളുടെ പടമൊക്കെ വെച്ചിട്ട് അവർ നന്നാക്കിയിട്ടുണ്ട് കലണ്ടർ. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡിലാണ് എനിക്ക് ക്വസ്റ്റ്യൻ എഴുതിയത്. അപ്പൊ കലണ്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് 12 months ഉണ്ടല്ലേ, അപ്പൊ ഞാൻ ഓരോ പേജിലും ഓരോ മന്ത് ആണ് എഴുതിയത്. അപ്പൊ നിങ്ങളിപ്പോ കറന്റ്ലി 2025 ആണല്ലോ നമ്മള്, 2025ന്റെ കലണ്ടർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഈ 2026 ആണ് ചെയ്യുന്നതെങ്കിൽ മേക്ക് ഷുവർ ഡേറ്റ് കറക്റ്റ് ആയിരിക്കണം. നമ്മൾ കലണ്ടർ ചെയ്യുമ്പോൾ എന്തെങ്കിലും ചുമ്മാ ഡേറ്റ് ഇട്ട് പോകരുത്, കറക്റ്റ് കലണ്ടർ നോക്കിയാൽ ആ ഡേ എന്താണ് ഏതാണെന്ന് മനസ്സിലാവും. പിന്നെ സ്പെഷ്യൽ ഡേയ്സ് ഒക്കെ വരില്ലേ, അതൊക്കെ വേണമെങ്കിൽ മാർക്ക് ചെയ്യാം. ഞാൻ അതൊന്നും ചെയ്തില്ല. ഞാൻ ആകെ ചെയ്തത് ജൂൺ 12ന് നമുക്ക് വേൾഡ് ഡേ അഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ എന്നുള്ള അത് മാത്രമാണ് ഞാൻ ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും ഹൈലൈറ്റ് ചെയ്തിട്ടില്ല. പിന്നെ സൺഡേസ് മാത്രം പിങ്ക് കളറിൽ കാണിച്ചു, പിങ്കും ബ്ലൂവും ഗോൾഡൻ അങ്ങനെയുള്ള സ്പാർക്ലിംഗ് പെന്നാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തത്. പിന്നെ കലണ്ടറിന്റെ മുകളിലെ ഒരു പോർഷനിൽ ഞാൻ കോഡ്സ് എഴുതി, കുട്ടികളുടെ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള കോഡ്സ് എഴുതി. പിന്നെ ചില കുട്ടികൾ എന്നോട് ചോദിച്ചു, നമ്മളുടെ ഇതിപ്പോ ഞാൻ ഇംഗ്ലീഷ് കലണ്ടർ ആട്ടോ ചെയ്തിരിക്കുന്നത്. ഇംഗ്ലീഷ് കലണ്ടറിൽ തന്നെ ആ നമ്പറിന്റെ ഡേയുടെ നമ്പറിന്റെ താഴെയിട്ട് ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ട് മലയാളം ഡേയും അതുപോലെ അറബ് ഒരു കലണ്ടറിന്റെ ഡേയും വരാറില്ലേ, അത് എഴുതിക്കോട്ടെ എന്ന് ചോദിച്ചു. നിങ്ങൾക്ക് അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം, നല്ല രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്യുക. എന്റെ കോഴ്സ് കഴിഞ്ഞത് 2017-ലായിരുന്നു. അപ്പൊ ഞാൻ ആ കഴിയുന്ന ഇയർ വെച്ചാണ് എഴുതിയത്. നിങ്ങളുടെ ഏത് ഇയർ ആണ്? 25 തന്നെ കഴിയുമായിരിക്കും അല്ലെ? യെസ്, ദിസ് ഇയർ തന്നെ കംപ്ലീറ്റ് ആവില്ലേ? അപ്പൊ നിങ്ങൾക്ക് കറണ്ട് ഇയർ തന്നെ വെക്കാം. അങ്ങനെ ജാൻ കഴിഞ്ഞു, പിന്നെ ഫെബ്രുവരി, മാർച്ച് അത് വന്നു. അവിടെ എല്ലാം ഓരോന്നിനും ഓരോ കോഡ്സ് എഴുതിയിട്ടുണ്ട്. ചില കോഡ്സ് ഞാൻ തന്നെ എഴുതി, ചിലത് ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്ത് കിട്ടിയത് തന്നെ എഴുതിയത്. സേ നോ ടു ചൈൽഡ് ലേബർ ആൻഡ് സേ യെസ് ടു ചൈൽഡ് എഡ്യൂക്കേഷൻ. ചൈൽഡ് പെയിൻ നോർമൽ ഒരു കലണ്ടർ ക്രിയേറ്റ് ചെയ്യണം അല്ലെ? അത്രയല്ലേ ഉള്ളൂ? അതെ അതെ അതെ, അത് നിങ്ങൾക്ക് നല്ല ബ്യൂട്ടിഫുൾ ആക്കാം. പക്ഷെ അത് അവയർനെസ് അബൌട്ട് ചൈൽഡ് ലേബർ ആൻഡ് ചൈൽഡ് ബെഗിങ്, ചൈൽഡ് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്നതായിരിക്കണം. അപ്പൊ അതുകൊണ്ടാണ് കോഡ്സ് എഴുതി പോയത്. നിങ്ങളത് ഫോട്ടോസ് കളക്ട് ചെയ്ത് ചെയ്യാം, കുട്ടികളുടെ ഫോട്ടോസ് ഒക്കെ ഒട്ടിച്ചു വെച്ച് അങ്ങനെ കലണ്ടർ ഉണ്ടാക്കിയിട്ടുള്ളവരുണ്ടായിരുന്നു.
ചൈൽഡ് ഈ ഈസ് റെക്കോർഡിന്റെ ഉള്ളിൽ ഈ 12 മാസം അത് എന്നിട്ട് ആ ഓരോ മാസത്തിന് ഒരു ഇത് കൊടുക്കും കോട്ട് കൊടുത്തിട്ട് എഴുതണം എന്നല്ലേ? അല്ലെങ്കിൽ പിക്ചർ അതിന് പകരം കൊടുത്താൽ മതി. ഓക്കെ. ഇമ്പോർട്ടന്റ് ഡേയ്സ് ഒക്കെ വേണമെങ്കിൽ മാർക്ക് ചെയ്യാം. ഞാൻ ആകെ ഒരു ദിവസം മാത്രമേ മാർക്ക് ചെയ്തിട്ടുള്ളൂ. ജൂൺ 12 വേൾഡ് ഡേ അഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ. നമ്മുടെ തീം അതായിരുന്നല്ലോ. പിന്നെ എന്റെ കലണ്ടറിന്റെ ഡിസംബർ മന്ത് തീർന്നത് ലെഫ്റ്റ് സൈഡിലാണ്. അപ്പൊ നമുക്ക് റൈറ്റ് സൈഡിലെ പേജിൽ നിന്ന് പുതിയ ആക്ടിവിറ്റി തുടങ്ങാൻ പറ്റില്ലല്ലോ, കാരണം ഓൾറെഡി ഇത് ഇവിടെ കിടക്കുമല്ലേ. ഞാൻ അവിടെ മറിയ മോണ്ടിസോറിയുടെ ഒരു കോട്ട് വെറുതെ എഴുതി അതൊന്ന് ഫിനിഷ് ചെയ്തു. Do not erase the designs the child makes in the soft wax of his inner life. അങ്ങനെ ഒരു റിലേറ്റഡ് മറിയ മോണ്ടിസോറി കൂടുതലും എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ കുട്ടികളെ റിലേറ്റഡ് ചെയ്തിട്ടാണ് കോട്സ് അവരുടെ ഉള്ളത്. അപ്പൊ അങ്ങനെ നല്ലൊരു കോട്ട് നോക്കിയിട്ട് അത് എഴുതി ആ വർക്ക് ഫിനിഷ് ചെയ്തു. ഓക്കെ. നെക്സ്റ്റ് വൺ, ദ പിക്ചർ ഷോസ് പാർട്സ് ഓഫ് എ ഡ്രോയിങ്. ഒരു ഡ്രോയിങ്ങിന്റെ പാർട്സ് കൊടുത്തിട്ടുണ്ട്, അതിനെ ജോയിൻ ചെയ്യണം. നമ്മൾ ജിക്സോ പസിലൊക്കെ ചെയ്യുന്ന പോലെ. ഞാനൊരു എലിഫന്റ് ഫുട്ബോൾ കളിക്കുന്ന പോലത്തെ ഒരു പിക്ചർ ആയിരുന്നു. അതിനെ 4 പാർട്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കിപ്പോ അത് റെക്കോർഡിനകത്ത് ചുമ്മാ വെക്കാൻ പറ്റില്ല, അത് ലൂസായി എവിടെയെങ്കിലും മിസ്സാവും. ഞാനത് ഒട്ടിച്ചു വെച്ചേക്കുവാണ്. കുട്ടികളുടെ അടുത്ത് പോകുമ്പോൾ നിങ്ങൾ ഇങ്ങനെ പല പല പിക്ചേഴ്സ് കട്ട് ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞു ബോക്സിലാക്കിയിട്ടോ കവറിലാക്കിയോ കൊണ്ടുപോവുക. ഓക്കെ. ക്ലിയർ ആയോ ഇത്? പാർട്സ്. നെക്സ്റ്റ് വൺ, നമുക്കൊരു പിക്ചർ ഉണ്ടാവും, റെഫറൻസ് ആയിട്ടൊരു പിക്ചർ. അതുപോലെ തന്നെ 4 പിക്ചർ അതിന്റെ കോപ്പി പോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ പെട്ടെന്ന് കാണുമ്പോൾ അത് തന്നെയാന്ന് തോന്നും, എന്നാലും അവ തമ്മിൽ ഡിഫറൻസസ് ഉണ്ട്. അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ്. ഞാനൊരു റാബിറ്റ് പോലെയുള്ളതിനാണ് വരച്ചത്. ഏറ്റവും ടോപ്പിൽ കാണുന്നതാണ് റെഫറൻസ് പിക്ചർ, താഴെയുള്ള 4 എണ്ണം അതിന്റെ കോപ്പിയാണ്. അപ്പൊ ഈ 4 എണ്ണം നമ്മുടെ റെഫറൻസ് പിക്ചർ ആയിട്ടുള്ള എയുമായിട്ട് എന്തൊക്കെയോ ഡിഫറൻസസ് ഉണ്ട്, അത് കണ്ടുപിടിക്കുക. ചിലപ്പോൾ ചെവി, വാല്, മുസ്താഷ് അങ്ങനെയൊക്കെയുള്ള ചേഞ്ചസ് ഒക്കെ ആയിരിക്കും. അത് നോക്കി അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇതും ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആക്കരുത്, നമുക്ക് മനസ്സിലുണ്ടാവണം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളത്. മാം ഇത് വരച്ചതാണോ? ഇത് വരച്ചതാ. മാം നമുക്ക് പടം ഒട്ടിക്കാമോ? ഒട്ടിക്കാം. ഇത് വരയ്ക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഡിഫറെന്റ് പടം കിട്ടാനായിട്ട് കുറെ കഷ്ടപ്പെടില്ലേ. അതിൽ നിന്ന് നോക്കിയപ്പോ ഇങ്ങനെ വരച്ചിട്ട് ചെറിയ ചെറിയ വ്യത്യാസം. ഇപ്പൊ ചില റാബിറ്റിന്റെ മീശയില് ഒരു ഹെയർ ഇല്ല, കണ്ണ് വ്യത്യാസം, ചെവിയില് വ്യത്യാസം, ചെവി ഇങ്ങനെ ഇരിക്കണത് ചിലത് അകത്തേക്ക് ഇരിക്കണു, അങ്ങനെയൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുത്തി. പിന്നെ കാലിന്റെ ഷേപ്പ് അങ്ങനെയൊക്കെ മാറ്റി, വാലില്ലാണ്ട് വരച്ചു, വാല് പല രീതിയിൽ വരച്ചു, അങ്ങനെയൊക്കെ. അങ്ങനെ നോക്കൂ, സിമ്പിൾ ആയിട്ടുള്ള പിക്ചേഴ്സ്. ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് വലിയ കോസ്റ്റ് വരില്ലല്ലോ, മറ്റേത് നമ്മൾ പ്രിന്റ് എടുത്ത് കട്ട് ചെയ്ത് പരിപാടിയൊക്കെ വരില്ലേ. നെക്സ്റ്റ്, ഒരു പിക്ചർ കാണിക്കണം, എന്നിട്ട് അവരോട് ഒരു സ്റ്റോറി എഴുതാൻ പറയണം എന്നാണ് ഇതിനകത്ത്. അപ്പൊ എഴുതാൻ പറയുക എന്ന് പറഞ്ഞാൽ വലിയ ക്ലാസ്സിലെ കുട്ടികളായിരിക്കുമല്ലോ, എഴുതാൻ തുടങ്ങുന്ന കുട്ടികൾ അതാണല്ലോ. അപ്പോ എന്റെ കുട്ടികളുടെ ക്ലാസ്സിൽ അവരുടെ പഴയ ടെക്സ്റ്റിൽ ഞാൻ കട്ട് ചെയ്ത ഒരു പിക്ചറാണ്. നമ്മൾ അത്യാവശ്യം പ്രോപ്പർട്ടീസ് വരുന്ന പിക്ചർ എടുക്കുക. അപ്പൊ ഈ പിക്ചറിനകത്ത് ഒരു ട്രീ ഉണ്ട്, ബേർഡ് ഉണ്ട്, സ്ക്യുറൽ, പിന്നെ ഒരു കുട്ടി, ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൺ, അങ്ങനെ പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ടല്ലോ. അങ്ങനെയൊക്കെ വരുമ്പോ നമുക്ക് കുറെ അധികം പ്രോപ്പർട്ടീസ് വരുമ്പോ ഇവരിങ്ങനെ ചിന്തിച്ചിട്ട് ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ട് കഥയൊക്കെ എഴുതിക്കോളും. ഒത്തിരി കാര്യങ്ങൾ വരുമ്പോഴാണ് കഥ എഴുതാൻ ഇച്ചിരി ബുദ്ധിമുട്ട്. കാണിക്കാമോ? ഓ മാം കുറച്ച് ബാക്കോട്ട് കൊണ്ടേക്ക്. ഒരു മിനിറ്റ്. ഓക്കെ മാം, താങ്ക് യു. ഒരു മിനിറ്റ്. മാം നമ്മൾ സ്റ്റോറി എഴുതണ്ടല്ലോ, ജസ്റ്റ് പിക്ചർ മാത്രം ഒട്ടിച്ചാൽ മതി അല്ലേ? മതി, പിക്ചർ മാത്രം എഴുതുന്നത്. ഈ കുട്ടികളാണ് അത്, അവരുടെ ക്രിയേറ്റിവിറ്റി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അവര് നല്ലപോലെ ചെയ്യും. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഭയങ്കര ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റി ആയിരിക്കും കുട്ടികൾക്ക്. നെക്സ്റ്റ്,
റിവേഴ്സ് കളറിംഗ് ആണ്. കുട്ടികളുടെ ഇമാജിനേഷൻ അനുസരിച്ച് കളർ ചെയ്യുക എന്നുള്ളതാണ്. ഞാനിവിടെ മിസ് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കൂ. മിസ്, രണ്ടാമത്തെ നമ്മുടെ റെക്കോർഡില്ലേ, ആക്ഷൻ റീമിക്സ് ബുക്ക്, അത് മൊത്തം നമ്മൾ സ്വയം ആക്കണം എന്നല്ലേ പറഞ്ഞേ? അതെ, നമ്മൾ സ്വന്തമായിട്ട്. അപ്പൊ ഏത് വരയിട്ട റെക്കോർഡാണോ അല്ലാത്തതാണോ മിസ്? വരയിട്ടല്ല. അത് പറയാം. നമുക്ക് 5 റെക്കോർഡല്ലേ ടോട്ടലുള്ളത്. ഇതിന്റെ ലിസ്റ്റ് ഇപ്പൊ നിങ്ങൾക്ക് തന്ന PDF നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് 1, 2, 3, 4, 5 എന്നും പറഞ്ഞിട്ട് ആദ്യം വരുന്ന റെക്കോർഡിന്റെ പേര് എഴുതിയിട്ടുണ്ട്. കണ്ടോ? കാണാമോ? അതിന് ഒന്നാമത്തെ റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുന്നത് അല്ലെ? 4 വരെ കിട്ടിയിട്ടുണ്ട് മിസ്. അഞ്ചാമത്തെ റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു റെക്കോർഡിന്റെ കോപ്പി നമ്മൾ അയച്ചു തരും. അത് നോക്കി നിങ്ങൾ കോപ്പി ചെയ്താൽ മതി. അത് നമ്മുടെ മോണ്ടിസോറി മെറ്റീരിയൽസിനെ കുറിച്ചുള്ള റെക്കോർഡാണ്. ഇപ്പൊ മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത മെറ്റീരിയൽസിന്റെ പ്രിൻസിപ്പിൾസ്, അങ്ങനത്തെ ഫീച്ചേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളാണ്. അതെല്ലാ കുട്ടികൾക്കും ഒരേപോലെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണ്. 4 വരെയുള്ള റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. അതിന് ഒന്നാമത്തെയും 4ാമത്തെയും റെക്കോർഡ് നിങ്ങൾക്ക് പ്ലെയിൻ, 2 സൈഡ് പ്ലെയിൻ ആണെങ്കിൽ നന്നായിരുന്നു. കാരണം അതിന് ഫ്രണ്ടില് ഫുൾ പിക്ചേഴ്സ് അല്ലേ വരുന്നത്. ഒന്നാമത്തെ റെക്കോർഡ് സ്റ്റാർട്ടിങ് മാത്രമേ നമുക്ക് കുറച്ച് എഴുതാനുണ്ടായിരുന്നു. ബാക്കി മുഴുവൻ നമ്മൾ കളക്ഷൻ ഓഫ് പിക്ചേഴ്സ് ആയിരുന്നു. പിക്ചർ ഒട്ടിക്കാൻ നമുക്ക് എപ്പോഴും ഇതൊക്കെ വന്നപ്പോ നമ്മൾ വരയ്ക്കാനും തുടങ്ങി 4ാമത്തെ റെക്കോർഡ് നോക്കും. അപ്പൊ വരയുള്ളതിൽ കൂടെ നമുക്ക് വരയ്ക്കാൻ ബുദ്ധിമുട്ടല്ലേ? പിക്ചർ ഒട്ടിച്ചാലും ഇങ്ങനെ ലൈൻസ് ഇങ്ങനെ കാണുമ്പോ നമുക്ക് ആ പിക്ചർ കാണുന്ന ഒരു സുഖം കിട്ടില്ല. അതുകൊണ്ടാണ് അതിന് പ്ലെയിൻ പറഞ്ഞത്. 1ാമത്തെ 4ാമത്തെ റെക്കോർഡ്. ഇനി ബാക്കി 2ാമത്തെ 3ാമത്തെ 2nd, 3rd and 5th ആ 3 റെക്കോർഡ്സും റൈറ്റ് സൈഡ് റൂൾഡ് വരയിട്ടതും ലെഫ്റ്റ് സൈഡ് പ്ലെയിനും ആണെങ്കിൽ നന്നായിരിക്കും. കാരണം എന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ലൈൻസ് ഉള്ളതിൽ എഴുതാനാണ് കോൺഫിഡൻസ്. എന്റെ ഹാൻഡ് റൈറ്റിംഗ് ഇത്തിരി വൃത്തി തോന്നുന്നൊക്കെ ഞാൻ ലൈൻസ് ഉള്ളതിൽ എഴുതുന്നതാണ്. നിങ്ങൾക്കത് പ്രോബ്ലം ഇല്ല. പ്ലെയിൻ ആണെങ്കിൽ യു ക്യാൻ റൈറ്റ് വെൽ. ആ ഒരു ഫീൽ ഉണ്ടെങ്കിൽ, കോൺഫിഡൻസ് ആണെങ്കിൽ എല്ലാ റെക്കോർഡും പ്ലെയിൻ ആണ്. ഇല്ലെങ്കിൽ 2, 3, 5th 2nd, 3rd, 5th റൈറ്റ് സൈഡ് റൂൾഡ്, ലെഫ്റ്റ് സൈഡ് പ്ലെയിൻ ആണെങ്കിൽ നന്നായിരിക്കും. നമ്മൾ ലെഫ്റ്റ് സൈഡിലെ പടം പിക്ചേഴ്സ് ഒട്ടിക്കുവാണ്, റൈറ്റ് സൈഡിൽ നമ്മൾ എഴുതുവാണ്. മിസ്, അപ്പൊ ഈ ഇതിന്റെ സോങ്സിന്റെ പിക്ചർ ഒട്ടിക്കണം എന്നാ പറഞ്ഞേ ഇപ്പൊ നമ്മൾ ആക്കുന്നത്? അതായത് ഇപ്പൊ ആനിമൽസിനെ കുറിച്ച് സോങ് ഒരു റൈറ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ഏത് ആനിമലിനെ, ഇപ്പൊ ക്യാറ്റിനെ കുറിച്ചാണോ എഴുതിയത്, ക്യാറ്റിന്റെ പിക്ചർ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഒട്ടിക്കണം. അത് ഞാൻ പറഞ്ഞു തരും കേട്ടോ. നെക്സ്റ്റ് റിവേഴ്സ് കളറിംഗ് ആണ്. റിവേഴ്സ് കളറിംഗ് ശരിക്കും നമുക്ക് കുട്ടികളുടെ ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി, അവരുടെ ഒബ്സർവേഷൻ, അവർ എൻവിയോൺമെന്റുമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആയിരിക്കും. അവർ പുറത്തുള്ള സറൗണ്ടിങ്സ് മുഴുവൻ ഭയങ്കരമായിട്ട് വാച്ച് ചെയ്യും. അവരുടെ ആ ഒബ്സർവേഷൻ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇതിനകത്ത് ഞാൻ സെലക്ട് ചെയ്ത പിക്ചർ ബട്ടർഫ്ലൈ ആണ്. ബട്ടർഫ്ലൈയുടെ ഒരു പ്രത്യേകത എന്താണ്? ലെഫ്റ്റും റൈറ്റും സിമെട്രി ആയിരിക്കും അല്ലെ, ഒരേപോലെയല്ലേ ഇരിക്കുന്നത്. ഒരു കുട്ടി പുറത്ത് ബട്ടർഫ്ലൈയെ അവൻ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്റെ മനസ്സിൽ ഇത് കാണും, ലെഫ്റ്റും റൈറ്റും ഒരുപോലെയാണെന്ന്. അപ്പൊ അവൻ കളർ ചെയ്യുമ്പോൾ ഈ ഒരു തോട്ട് അവന്റെ ഉള്ളിലുണ്ടെങ്കിൽ അവൻ ലെഫ്റ്റും റൈറ്റും ഒരേപോലെ കളർ ചെയ്യാനായിട്ട് നോക്കും. നമുക്ക് മനസ്സിലാകും ഇവന്റെ ആ ഒരു അറ്റൻഷൻ, പവർ ഓഫ് അറ്റൻഷൻ എത്രയുണ്ടെന്നുള്ളത്. ഇനി അങ്ങനെയല്ല, അവർക്ക് തോന്നുന്ന പോലെ കളർ ചെയ്യുകയാണെങ്കിൽ ലെറ്റം അത് ചെയ്തോട്ടെ, നോ പ്രോബ്ലം. ഞാൻ ചെയ്ത ബട്ടർഫ്ലൈയില് അവിടെ കുറച്ച് ഭാഗങ്ങൾ മാത്രം വൈറ്റ് ആക്കി വെച്ചു, ബാക്കി ഫുൾ ഷെയ്ഡിങ് പെൻസിൽ വെച്ചിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്ത് വെച്ചു. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഭാഗം വൈറ്റ് ആക്കി വിടാട്ടോ, നോ പ്രോബ്ലം. ബട്ടർഫ്ലൈ തന്നെ എടുക്കണമെന്നില്ല, എന്ത് പിക്ചർ വേണമെങ്കിലും എടുക്കാം. അപ്പൊ ഇങ്ങനെ കൊടുക്കുമ്പോ ഇവര് സാധാരണ കൊച്ചു കുഞ്ഞുങ്ങൾ, ചില കുട്ടികൾക്ക്, എല്ലാവരും അങ്ങനെയല്ല, ഈ ക്രയോൺസ് വെച്ച് കളർ ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ ഇവരെപ്പോഴും ഔട്ട് സൈഡിലേക്ക് പോകും. അങ്ങനെ ഇവരുടെ ഇങ്ങനെ വിരൽ ഇങ്ങനെ പിടിച്ചു തുടങ്ങണല്ലേ ഉള്ളൂ, അവരിങ്ങനെ പുറത്തേക്ക് പോകും. ഈ വൈറ്റ് പാർട്ട് മാത്രം എന്ന് പറയുമ്പോൾ അവർ ശ്രദ്ധിച്ച് അത് മാത്രം കളർ ചെയ്യാനായിട്ട് നോക്കും. കുഞ്ഞുങ്ങൾക്ക് ചെറിയ ക്ലാസ്സുകളിലൊക്കെ കോമ്പറ്റീഷൻ കൊടുക്കുന്ന കളറിംഗ് കോമ്പറ്റീഷൻ വരുമല്ലേ, നല്ല രീതിയിൽ പുറത്തൊന്നും പോവാതെ നല്ല ഈവൻ ആയിട്ട് കളർ ചെയ്യുന്ന രീതി എന്നതിനൊക്കെയാണ് പ്രൈസ് കൊടുക്കുന്നത്. അപ്പൊ അവര് പ്രാക്ടീസ് ചെയ്യും. പ്രൈസിന് വേണ്ടിയിട്ടില്ല, അവർക്ക് ആ ഒരു പ്രാക്ടീസ് കിട്ടും, അവരുടെ അറ്റൻഷൻ കൂടും, അവർ ശ്രദ്ധിക്കും. ആ ഒരു വൈറ്റ് പാർട്ട് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അവര് കളർ ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, ക്ലിയർ ആയോ?
കുറച്ചുകൂടെ വലിയ ബട്ടർഫ്ലൈ ആണെങ്കിൽ നന്നായിരിക്കും. ഇങ്ങനെ അല്ലെങ്കിൽ ഏറെ ഇഷ്ടമുള്ള ഒരു പിക്ചർ ആണെങ്കിൽ നോ പ്രോബ്ലം. ഒട്ടിക്കാണോ മാം? ഇപ്പൊ കുഞ്ഞുങ്ങളുടെ ഡ്രോയിങ്സ് ബുക്ക് ഉണ്ടാകുന്നല്ലോ കളർ വരക്കുന്നത്, അതിന്റെ ചിത്രം എടുത്തിട്ട് ഒട്ടിച്ചാലും പ്രശ്നമില്ലല്ലോ? മതി കുഴപ്പമൊന്നുമില്ല. ഞാൻ ചിലതൊക്കെ ഞാൻ ട്രേസ് ചെയ്തു. വലിയ ബുക്കുകളിൽ വലിയ വലിയ പിക്ചർ ഒക്കെ ഉണ്ടാവില്ല. ഇപ്പൊ മിക്കി മൗസിനെയൊക്കെ ഞാനിങ്ങനെ കാർബൺ പേപ്പർ വെച്ച് ട്രേസ് ചെയ്യുക ചെയ്തത്. പിന്നെ ഞാൻ കാർബൺ പേപ്പർ ക്ലോത്തിൽ യൂസ് ചെയ്യുന്ന കാർബൺ പേപ്പർ ആട്ടോ എടുത്തത്. അതായത് യെല്ലോ കാർബൺ എന്ന് പറഞ്ഞ് കിട്ടും. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പേപ്പറിൽ യൂസ് ചെയ്യുന്ന കാർബൺ പേപ്പർ ബ്ലാക്ക് ബ്ലൂ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വൈറ്റ് പേപ്പർ മുഴുവൻ അതിന്റെ മഷി പടരും. ശ്രദ്ധിച്ചിട്ടുണ്ടോ അല്ലേ? അത് കാരണം ഞാൻ ക്ലോത്തുകളിൽ ട്രേസ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കും. യെല്ലോ കാർബണും ഉണ്ട്, വൈറ്റ് കാർബണും ഉണ്ട്. നമുക്ക് യെല്ലോ കാർബൺ മതി. കാരണം വൈറ്റ് കാർബൺ യൂസ് ചെയ്യുന്ന ഡാർക്ക് ആയിട്ടുള്ള സർഫസിലേക്ക് ട്രേസ് ചെയ്യാൻ. ഇത് ഡാർക്ക് അല്ലല്ലോ, വൈറ്റ് കളർ പേപ്പർ അല്ലേ. അപ്പൊ ഞാൻ യെല്ലോ കാർബൺ യൂസ് ചെയ്തിട്ടാണ് ട്രേസ് ചെയ്തത്. അതാകുമ്പോൾ മറ്റേത് നമ്മളുടെ കൈ തൊടുമ്പോഴൊക്കെ മറ്റേ ബ്ലൂവും ബ്ലാക്കും കളർ സ്പ്രെഡ് ആവും. നമ്മുടെ പേജ് ഒക്കെ ആകെ ഒട്ടും ക്ലീൻ അല്ല ഉണ്ടാവും. അങ്ങനെ ചെയ്തിരുന്നു. നെക്സ്റ്റ് വൺ, ഈസി മെത്തേഡ് ടു ലേൺ ടു ഡ്രോ. നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇതുപോലുള്ള ആക്ടിവിറ്റി ബുക്കുകളിൽ. മഹാത്മാഗാന്ധിയൊക്കെ വരയ്ക്കാറില്ലേ അങ്ങനെ. ഇത് കണ്ടോ, ടെഡി ബെയറിനെയാണ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്തത്. ആദ്യം ഒരു സർക്കിൾ വരച്ചു, പിന്നെ കണ്ണ് വെച്ചു, മൂക്ക് വെച്ചു, ചെവി വെച്ചു, അങ്ങനെ അങ്ങനെയാണ്. ഒരു 6 സ്റ്റെപ്പ് ആയപ്പോഴേക്കും ടെഡി ബെയർ കംപ്ലീറ്റ് ആയി. കാണാം, ഞാൻ കാണിക്കുന്ന എനിക്ക് കാണാൻ പറ്റുന്നില്ല, അതാണ്. ഓക്കെ, ഇതൊക്കെ എളുപ്പമാണ്. നമ്മളിത് അയ്യോ ഞാനിങ്ങനെ ചെയ്യും ആണ്, പക്ഷെ നമ്മളിത് ചെയ്തു തുടങ്ങുമ്പോഴേക്ക് പെട്ടെന്ന് ഫിനിഷ് ആവുന്ന 2 റെക്കോർഡാണ് 1ഉം 4ഉം. 2നും 3ക്കും ആണ് നമുക്ക് സമയം വേണ്ടത്. 5th നിങ്ങൾക്ക് ഓൾറെഡി ഒരു മോഡൽ തരും, അത് നോക്കി കോപ്പി ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള 2 ഫസ്റ്റ് ആൻഡ് ഫോർത്ത്. നെക്സ്റ്റ് വൺ, ഒരു പിക്ചർ, ഒരു ബോക്സിനകത്തായിട്ട് ഒരു പിക്ചർ. ഞാൻ ഏറ്റവും എളുപ്പമുള്ളത് സെലക്ട് ചെയ്തു, ഒരു ഗിഫ്റ്റ് ബോക്സ് പോലെ. അതേപോലെ ഒരു ബോക്സ് തൊട്ടിപ്പുറത്ത് ബ്ലാങ്ക് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഈ പിക്ചർ നോക്കിയിട്ട് ഇതിലേക്ക് വരയ്ക്കുക. ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് ഡ്രോ സെയിം. ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഒരു പിക്ചർ എടുക്കുക, അത് കളർ ചെയ്യുക യൂസിങ് ക്രയോൺസ്. അവിടെ ഡ്രോയിങ് ബുക്ക്, കളറിംഗ് ബുക്ക് എന്ന് പറഞ്ഞ കുട്ടികളുടെ കിട്ടില്ലേ, അത് വെച്ചിട്ട് ട്രേസ് എടുത്ത് ചെയ്തതായത്. ഓക്കെ, നെക്സ്റ്റ് ഓഡ് വൺ കണ്ടുപിടിക്കുക എന്നുള്ളതില്ലേ, ഫൈൻഡ് ഓഡ് വൺ. ഇതും കുട്ടികളുടെ ഒബ്സർവേഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പൊ ഞാൻ യൂസ് ചെയ്തതിൽ 4 മെറ്റീരിയൽസ് ഉണ്ട്. ഇതില് 3 നമ്മൾ നമ്മളുടെ വാഷ്റൂമുകളിൽ, ടോയ്ലറ്റിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ അവരത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നോട്ട്ബുക്ക് എന്നുള്ളതാണ് ഓടുന്ന് അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, ക്ലിയർ ആണ്? ഇത് 1ഓ 2ഓ ചെയ്യാം. ലെഫ്റ്റ് സൈഡ് ബ്ലാങ്ക് ആയിട്ട് കിടക്കല്ലേ, 2 എഴുതി വെക്കാം. അപ്പൊ നമുക്ക് റെഫറൻസ് ആണല്ലോ, നമുക്ക് കിട്ടുമല്ലോ. പറയാമോ ഇപ്പൊ പറഞ്ഞത്? ഓഡ് വൺ കണ്ടുപിടിക്കുക. 4 പിക്ചർ നോക്കുമ്പോൾ അതിനകത്ത് ഓടായിട്ട് തോന്നുന്ന ഏതാണോ അത് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഓക്കെ, ഇതിലെ ടവൽ, ബക്കറ്റ്, സോപ്പ് ഉണ്ട്. അതിന്റെ കൂടെ ഒരു നോട്ട്ബുക്കും കൂടെ വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, നമ്മുടെ ആൽഫബറ്റ്സും ഡിജിറ്റ്സും ഇല്ലേ, E തുടങ്ങി Z വരെയും, പിന്നെ അതുപോലെ തന്നെ 1 to 10 അല്ലെങ്കിൽ 0 to 9 എന്നുള്ള രീതിയിൽ അത് കളർ ചെയ്യുക. നോർമൽ ആൽഫബറ്റ്സും ഡിജിറ്റ്സും കളർ കൊടുക്കുക. നമുക്ക് സ്റ്റെൻസിൽ കിട്ടില്ലേ, വേണമെങ്കിൽ സ്റ്റെൻസിൽ വെച്ച് ട്രേസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അല്ലാതെ വരച്ചു വെക്കാം. കുറച്ച് വലിപ്പം വേണം കേട്ടോ, ചെറുതല്ല. കുട്ടികളെ കളർ ചെയ്യുവാണല്ലോ, കളർ ചെയ്യുമ്പോൾ അവരത് ട്രേസ് ചെയ്യുവാണ്, ആ ഇമേജ് അവരുടെ ബ്രെയിനിലേക്ക് പോകണം. സൈസ് കൂടുതലുള്ളത് എടുക്കാം. ഡിജിറ്റ്സ്. പിന്നെ ഷോ ദ വേ, വഴി കണ്ടുപിടിക്കുക. ഒരു പപ്പിക്ക് അതിന്റെ കിണറിലെത്താനുള്ള, അതാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് അത് ഏത് വേണമെങ്കിലും എടുക്കാം. ക്യാറ്റിന് അതിന്റെ അമ്മ കിച്ചണിന് ക്യാറ്റിന്റെ അടുത്ത് എത്താനതോ, അല്ലെങ്കിൽ കുട്ടിക്ക് സ്കൂളിലെത്താനോ, കുട്ടിക്ക് വീട്ടിലെത്താനോ, അങ്ങനെയുള്ള ഓരോന്നില്ലേ. ടോം ആൻഡ് ജെറി ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ജെറിക്ക് ജെറിയുടെ ഹോളിലേക്ക് എത്താൻ, ജെറിയുടെ വീടുണ്ടല്ലോ, ഹോളിൽ എത്താനായിട്ട് ജെറിയെ ഹെൽപ്പ് ചെയ്യാം.
നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിവേഴ്സ് കളറിങ് ആൽഫബറ്റ്സും ഡിജിറ്റ്സും നമ്മൾ വൈറ്റ് പാർട്ട് ആയിട്ട് വെക്കുക, ബാക്കി ഭാഗമെല്ലാം ഷെയ്ഡിങ് പെൻസിൽ വെച്ചിട്ട് മാറ്റാം. അപ്പൊ കുട്ടി ആ ഒരു ഷേപ്പ് മാത്രം കളർ ചെയ്യും, ആ ഷെയ്ഡിങ് ഭാഗത്തേക്ക് കളറിങ് പോവില്ല. കറക്റ്റ് ഷാഡോ, ഞാൻ ഇവിടെ ഒരു കൈറ്റാണ് വരച്ചത്. മുകളിലെ കൈറ്റ്, ഷാഡോ 3 താഴെയുണ്ട്. ഏതാണ് കറക്റ്റ് ഷാഡോ എന്ന് വെച്ചാൽ കണ്ടുപിടിക്കും. പിന്നെ 3 പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അതിന്റെ ഓരോ പിക്ചറും കംപ്ലീറ്റ് ആയിട്ടാണ് 3 പിക്ചർ. അതിന്റെ പാർട്സ് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ മുകളിലെ ഒരു പിക്ചറിന്റെ പാർട്ടാണ് താഴെ ഉള്ളത്, അത് കണ്ടുപിടിക്കുക. ഞാൻ 2 ബേർഡ്സും ഒരു ഫിഷും ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു ബേർഡിന്റെ ആ ഒരു ക്ലോസ്, ആ ഒരു ഭാഗം, കാലിന്റെ പോലത്തെ ഭാഗം താഴെ കൊടുത്തിട്ടുണ്ട്. അത് ഏത് ബേർഡിന്റെയാണെന്ന് കണ്ടുപിടിക്കും. ഇത് തന്നെ നമുക്ക് വേറെ രീതി ചെയ്യാം. എല്ലാത്തിന്റെയും പാർട്സ് മിക്സ് ചെയ്ത് ഒട്ടിച്ചു വെക്കാം. എന്നിട്ട് ഓരോന്നിന്റെ കറക്റ്റ് പാർട്സ് കണ്ടുപിടിച്ചിട്ട് ലൈൻ വെച്ച് ജോയിൻ ചെയ്യാനോ ആ രീതിയിൽ നമുക്ക് കൊടുക്കാം. മാച്ച് ചെയ്യാനോ അങ്ങനെയും കൊടുക്കാം. ഈ ഒരു നേരത്തെ പോലെ തന്നെ ഒരു ബോക്സിനകത്ത് ഒരു പിക്ചർ വരച്ചിട്ടുണ്ട്. പക്ഷെ നെക്സ്റ്റ് ബോക്സ് കുറച്ചുകൂടെ വലുപ്പമുള്ളത്. അപ്പൊ എൻലാർജ് ചെയ്ത് സെയിം പിക്ചർ ഇപ്പുറത്തേക്ക് വരയ്ക്കും. ബോക്സിന് 4 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓരോ പാർട്ടും നോക്കി അതിനനുസരിച്ച് എൻലാർജ് ചെയ്ത് കുട്ടികൾ വരയ്ക്കാനായിട്ട് അവർ കേപ്പബിൾ ആവും. ഈ പാർട്സ് സെയിം പാർട്സ് കണ്ടുപിടിക്കുന്ന ആ പറഞ്ഞില്ലേ, അത് ഈ മാച്ച് ചെയ്യാനാണ്. ഇപ്പൊ ബോള്, പെന്ന്, ബുക്ക്, അങ്ങനെ ആ മാച്ചിങ് ആണോ ഉദ്ദേശിക്കുന്നത്, അതെയോ ഈ പിക്ചറിന്റെ പാർട്സ് ആണോ? മുകളിൽ കൊടുത്തിരുന്ന പിക്ചറിന്റെ ഒരെണ്ണത്തിന്റെ പാർട്സ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. അത് ഏത് പിക്ചർ ആണെന്ന് കണ്ടുപിടിക്കാന്നുള്ളതായിരുന്നു അത്. സെയിം തന്നെ നിങ്ങൾക്ക് എല്ലാ പിക്ചറിന്റെ പാർട്സ് മിക്സ് ചെയ്ത് കൊടുക്കാം, എന്നിട്ട് അങ്ങനെയും ചെയ്യാം. ഒരു ഡൗട്ട് ചോദിക്കട്ടെ, ഇതിന്റെ ആൻസർ നമ്മൾ ചെയ്യണ്ടല്ലോ? വേണ്ട, ആൻസർ ചെയ്യണ്ട. നമ്മൾ എപ്പോഴെങ്കിലും കുട്ടികളെ പഠിപ്പിക്കാൻ പോകുമ്പോൾ നമുക്കിതൊരു റെഫറൻസ് മോഡലാക്കി വെച്ചിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഡിഫറെന്റ് ആക്ടിവിറ്റീസ് നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. നെക്സ്റ്റ് നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ടാവും. പിക്ചറിന്റെ നമ്പേഴ്സ് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഓരോ നമ്പറിന്റെ നേരെ ഓരോ കളർ എഴുതിയിട്ടുണ്ടാവും. ആ കളർ അനുസരിച്ച് നമ്പർ നോക്കിയിട്ട് പിക്ചർ കളർ ചെയ്യുക. ക്ലിയർ ആയോ? നെക്സ്റ്റ് 2 പിക്ചർ തന്നിട്ടുണ്ട്. രണ്ടും തമ്മിൽ 4 ഡിഫറൻസസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ 4 ഡിഫറൻസസ് കണ്ടുപിടിക്കുക. നമ്മൾ പറയണം ഇത്ര ഡിഫറൻസസ് ഉണ്ടെന്ന് പറയണം. അപ്പൊ കുട്ടി 1 2 3 4 അല്ലെങ്കിൽ 3 5 എണ്ണം ഉണ്ടെന്ന് പറയുക. അതിനനുസരിച്ച് കുട്ടികൾ അത് കണ്ടുപിടിച്ചോളൂ. നെക്സ്റ്റ് നിങ്ങൾക്ക് അറിയാം, ഡോട്ട്സ് ജോയിൻ ചെയ്ത് പിക്ചർ കംപ്ലീറ്റ് ആക്കുക. സ്ലോ ആക്കി ഞങ്ങൾ എഴുതിയെടുക്കട്ടെ. എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല. സ്ലോ ആക്കിയത് സമയം തീരാറായതുകൊണ്ടാണ് ഞാൻ സ്ലോ ആക്കിയത്, വേറൊന്നും കൊണ്ടല്ല. മീൻസ് സ്പീഡിൽ പോയത്. ഇത് ക്ലിയർ ആയില്ലേ? ഡോട്ട്സ് ജോയിൻ ചെയ്ത് പിക്ചർ കംപ്ലീറ്റ് ചെയ്യാം. 2:30 അടുത്ത ക്ലാസ്. നെക്സ്റ്റ് നമ്പർ, ഇത് എന്റെ മക്കള് കംപ്ലീറ്റ് ചെയ്താണ്. നമ്പർ ജോയിൻ ചെയ്ത് പിക്ചർ കംപ്ലീറ്റ് ചെയ്യുക. അപ്പൊ നമ്പറൊക്കെ പഠിച്ചു എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവും. ഇത് നമുക്ക് കുറേ ചെയ്തുകൊണ്ട് പോവാം. മിസ്സിംഗ് ലെറ്റർ കണ്ടുപിടിക്കുന്നത് വേണമെങ്കിൽ പിക്ചർ പ്രൊവൈഡ് ചെയ്യാം. കുറെ പിക്ചേഴ്സ് ഒട്ടിച്ച് വെച്ചിട്ട് ഇതുപോലെ കുറെ വേർഡ്സിന്റെ ലെറ്റർ ഏതെങ്കിലുമൊക്കെ മിസ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഓറഞ്ച് ആണ് ചെയ്തിരിക്കുന്നത്. താഴെ തന്നെ മാച്ച് ദ ഫോളോയിങ്, കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ മുകളിലുള്ളതുമായിട്ട് മാച്ച് ആവുന്ന രീതിയിൽ, അതും എന്റെ മക്കൾ അത് ജോയിൻ ചെയ്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ കുറെ പിക്ചേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന കുറച്ച് പിക്ചേഴ്സ് കൊടുക്കുക. അത് വെച്ചിട്ട് സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുക. ഇതൊക്കെ കൊടുത്തു നോക്കൂ, ഭയങ്കര രസമായിരിക്കും അവരുടെ ക്രിയേഷൻ. പിന്നെ കോൺവെർസേഷൻ, ഇവിടെ കാണാം ഒരു പോസ്റ്റ്മാനും ഒരു പെൺകുട്ടിയാണ്. അപ്പൊ ഇതൊക്കെ ഇവര് അവരുടെ റിയൽ വേൾഡിൽ കാണുന്നതായിരിക്കും അല്ലെ. ടീച്ചറും കുട്ടിയുള്ള കോൺവെർസേഷൻ ഒക്കെ, അച്ഛനും കുട്ടിയും അമ്മയും കുട്ടിയും തമ്മിലുള്ളത്, ഗ്രാൻഡ് പാരന്റും കുട്ടിയായിട്ടുള്ളത്, അങ്ങനെ പിക്ചർ കൊടുത്തിട്ട് കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യുക.
നെക്സ്റ്റ് ഫൈൻഡ് ഔട്ട് ദി ഹൈഡിങ് ക്രീച്ചർ. ഇവിടെ നോക്കുമ്പോ ഈ ഇതിനകത്തൊരു ബട്ടർഫ്ലൈ ഉണ്ട്. അപ്പൊ ചിലര് ചോദിച്ചു വേറെ എന്തെങ്കിലും വെച്ചൂടെ എന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെ നിങ്ങളൊരു ഒബ്ജക്റ്റ് ആണ്, ഒരു ടോയ് അവിടെ ഗാർഡനിൽ കിടക്കുന്നു, അതാണ് കണ്ടുപിടിക്കുന്നെങ്കിൽ ആ ക്രീച്ചർ എന്നുള്ളത് മാറ്റിയാൽ മതി, ഒബ്ജക്റ്റ് എന്നോ എന്തെങ്കിലും എഴുതിയാൽ മതി. അപ്പൊ പുല്ലിന്റെ ഇടയ്ക്ക് ഒരു ബട്ടർഫ്ലൈ, അപ്പൊ ഹൈഡിങ് ക്രീച്ചർ എന്നുള്ള രീതിയിൽ അത് മതി. ഇനി ഫൈൻഡ് ഔട്ട് ദ ഹൈഡിങ് ആനിമൽ. ഈ വേർഡ് പസിൽ പോലുള്ള ബോക്സിൽ ഓരോന്നിലും അനിമൽസ് ഒളിച്ചിരിക്കുന്നുണ്ട്, അത് കണ്ടുപിടിക്കുക. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ പിക്ചേഴ്സ് കൊടുക്കാം, അവർക്കൊരു ക്ലൂ ആവുമല്ലോ. ചെയ്യാൻ തുടങ്ങും, ചെയ്തു തുടങ്ങുമ്പോൾ എന്തായാലും ഡൗട്ട്സ് ഉണ്ടാവും, ക്ലാസ്സിൽ ചോദിക്കുക. ഓക്കെ ഓക്കെ ദെൻ. അപ്പോ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യൂ. പിന്നെ ഭയങ്കര എന്താ പറയാ സ്ട്രെസ്ഫുൾ ആയിട്ടൊന്നും ചെയ്യരുത് കേട്ടോ. ഒരു 10 മിനിറ്റ് ആണ് ഒരു ദിവസം അതിന് വേണ്ടി. ആ 10 മിനിറ്റ് കറക്റ്റ് അതിന് വേണ്ടിയിട്ട് അങ്ങ് യൂസ് ചെയ്യാം. വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ടിരുന്ന് ചെയ്യുക. അപ്പൊ അവർക്കും ഭയങ്കര സന്തോഷമാവും, അവർ എൻഗേജ്ഡ് ആവും, അവരുടെ ഡിജിറ്റൽ വേൾഡിൽ നിന്ന് അവരങ്ങ് മാറും. ഭയങ്കര ഇഷ്ടമായിരിക്കും അതൊക്കെ ചെയ്യാനായിട്ട്. അവരെയും കൂടെ കൂട്ടുക. വീട്ടിലെല്ലാരും, ഒരു വീട്ടിലെല്ലാരും കൂടി ഇരുന്ന് ചെയ്തേ. ആ വീട്ടിലെ മുത്തശ്ശനും മുത്തശ്ശിയും കൊച്ചുമക്കളും ഈ പറയുന്ന നമ്മുടെ ട്രെയിനിയും ഹസ്ബൻഡും ഒക്കെ കൂടെ ചേർന്നിരുന്നായിരുന്നു ചെയ്തത്. ഓക്കെ, സോ സൈൻ ഔട്ട് ഉണ്ടോ? യെസ് പ്ലീസ്. നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ മെഡിറ്റേഷൻ, നമ്മുടെ പ്രെയർ ഒക്കെ എന്താന്ന് വെച്ചാൽ അതൊക്കെ ചെയ്തൊന്ന് നമ്മുടെ മൈൻഡ് ഒന്ന് കാം ആക്കിയിട്ട് ചെയ്യുമ്പോഴേക്കും നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടും. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ മുമ്പ് ചെയ്തു തീർക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ സൈൻ ഔട്ട് ഉണ്ടെങ്കിൽ സൈൻ ഔട്ട് ചെയ്തോളൂ, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, മാരി പറയാം. Good afternoon, everyone, and good afternoon, ma'am. Myself, Angita, and we completed today educational psychology last portion, and ma'am also thought. Sorry, ma'am. And also, ma'am suggested the fourth record, how to complete, and some guidance. And thank you, ma'am, for today's class, and thank you all. And have a nice day, ma'am. Thank you. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.